നമശിവായ. അടുത്ത സെഷനിലേക്ക് നാം കടക്കുകയാണ്. വിവേകപൂർണമായ ജീവിതത്തിന് ഋഷിമാരുടെ ഉപദേശങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യജിയെ ഈ സദസ്സിന് പരിചയപ്പെടുത്തുവാൻ ഡോക്ടർ മിഥുനെ ക്ഷണിക്കുന്നു. അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ പ്രിൻസിപ്പാളായും അതേ വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായും അസോസിയേറ്റ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു വരുന്ന ബ്രഹ്മചാരി ശ്രീ അച്യുതാമൃത ചൈതന്യ സ്വാമി അവർക്ക് സ്വാഗതം. ഇദ്ദേഹം 1996 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ശേഷം ബിരുദാനന്തര ബിരുദവും ഗവേഷണവും പൂർത്തിയാക്കി. അതിനുശേഷം 2011 ശ്രീമാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഭാഗമായി തികഞ്ഞ വാഗ്മിയും ആധ്യാത്മിക ദർശനങ്ങളിൽ ആഴത്തിൽ അറിവുമുള്ള ഈ വ്യക്തിത്വത്തെ നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ ബ്രഹ്മചാരി അച്യുതാമൃത സ്വാമി അവർകളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നമസ്തേ ഗുരവേ നിത്യം സഹജാനന്ദരൂപിണേ യസ്യ വാഗമൃതം ഹന്തി വിഷം സംസാരസംജ്ഞകം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമങ്ങൾ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. സ്വാമിജി പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ സംഗീതമധുരമായ സത്സംഗത്തിന് ശേഷം തത്വങ്ങൾ നിറഞ്ഞ ജീവിത ദർശനങ്ങൾ വളരെ ചമത്കാരപൂർവം ഭാഷാദൃഷ്ടിയിലും വിഷയദൃഷ്ടിയിലും അവതരണ ശൈലിയിലുമെല്ലാം വളരെ ചമൽകൃതമായ ആ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ സ്വാമിജിയുടെ ആ പുല്ലാങ്കുഴൽ നാദത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ധ്യാനവും ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. ഈ ഒരു വിഷയം വിവേകപൂർവമുള്ള ജീവിതം, അതിന് മുനിമാർ നൽകിയ മാർഗദർശനം, ഇതായിരിക്കും ഒരു അരമണിക്കൂർ നേരം ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം. ഒരു പ്രഭാഷണം എന്നുള്ളതിലുപരി എൻ്റെ ചില വിചാരങ്ങൾ, എൻ്റെ ചില വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അങ്ങനെയൊരു പ്രബോധനം നടത്തുവാനുള്ള അധികാരമൊന്നും ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനയെല്ലാം ചെയ്തു, കുറച്ച് ശാസ്ത്രപരിചയവുമൊക്കെ സമ്പാദിച്ചു എന്നുള്ളതിലുപരിയായി ഒരു പ്രബോധകനൊന്നുമല്ല ഞാൻ. പക്ഷെ നമുക്കെല്ലാം ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പലരെയും കാണുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ തലമുറയിലുള്ള ആളായിട്ടാണ് സ്വയം കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം വിവേകപൂർണമായിരിക്കണം. അമ്മ ഏറ്റവും അധികം അടിവരയിട്ട് നമ്മോട് പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അമ്മ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള ഒന്ന്, പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരോട് അമ്മ പറഞ്ഞിട്ടുള്ള അനേകം തവണ പറഞ്ഞിട്ടുള്ള ഉപദേശം ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദിയും പരിസമാപ്തിയും കാരുണ്യത്തിലാണ് എന്നാണ്. അതോടൊപ്പം അമ്മ ഒരനുബന്ധം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, എല്ലാം വിവേകത്തിൽ അടിസ്ഥാനമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. കാരുണ്യം പോലും അമ്മ പറയുന്ന ഈ
ആധ്യാത്മികതയുടെ കാതൽ എന്ന് പറയുന്ന ആ കാരുണ്യം പോലും വിവേകത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിവേകമാണ്. ഇത് വലിയ അത്ഭുതങ്ങൾ ഉള്ള കാര്യമൊന്നുമല്ല, പുതിയ കാര്യമൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. വിവേകമാണ് നമ്മുടെ മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും നയിക്കുന്ന വിവേകമാണ്. അത് ചില ജീവജാലങ്ങളിൽ വളരെ പ്രാകൃതമായ രീതിയിൽ നിലനിൽക്കുന്നു, ചിലരിൽ അത് കുറച്ചും കൂടി വളർന്നു വരുന്നു. വളരെ സത്യാന്വേഷണ ത്വരയുള്ളവരിൽ അത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നു. വിവേക ചൂടാമണിയെക്കുറിച്ച് പറയാതെ പറ്റില്ല. കാരണം ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിന് പേരിട്ടിട്ടുള്ളത്. വിവേകമാണ് അവിടെ അടിവരയിട്ടിട്ടുള്ളത്, അല്ലാതെ ജ്ഞാനമല്ല. ജ്ഞാനം അതിൻ്റെ വിഷയമാണെങ്കിലും പേരിൽ വിവേകം എന്നാണ് കിടക്കുന്നത്. അവിടെ പറയുന്നത് ഈ ജീവിതത്തിൻ്റെ വളരെ പരിണാമത്തിൻ്റെ വളരെ ഉന്നത ശ്രേണിയിലെത്തിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിവേകം എന്നുള്ളത് ആത്മാനാത്മ വിവേകം എന്ന വിഷയത്തിൽ എത്തിച്ചേരുന്നു. അതായത് തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്ന പരമമായ സൂക്ഷ്മമായ ആധ്യാത്മികമായ ഒരു ദർശനമായി മാറുന്നു. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, എൻ്റെ സ്വരൂപം എന്താണ്, എന്നോട് ബന്ധമില്ലാത്തത് എന്തിനൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ വേർതിരിച്ചറിയുന്ന ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ വിവേകത്തിനുണ്ട്. പക്ഷേ ഏറ്റവും പ്രാഥമികമായ ഒരവസ്ഥയുമുണ്ട്. നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠവും ഒരു പരീക്ഷണവും ഉണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ ചെടികളിങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ ഒരു ഇരുട്ടുള്ള മുറിയിൽ വെച്ചിട്ട് ഒരു ജനലിൻ്റെ ഒരു പാളി തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചെടി താനെ വളഞ്ഞ് ആ ജനൽപ്പാളിയുടെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇത് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ബോട്ടണി ടീച്ചർ. പിന്നെ അത് ആ ചെടി ജനൽപ്പാളിയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കഴിയുമ്പോൾ നമ്മൾ ചട്ടി ഒന്ന് തിരിച്ചു വയ്ക്കുക. ആ ചെടി വളഞ്ഞിരിക്കുന്നത് വീണ്ടും മുറിക്കകത്തേക്കുള്ള ഡയറക്ഷനിലേക്ക് വയ്ക്കുക. 2 ദിവസം കഴിയുമ്പോൾ ആ ചെടി താനെ വളഞ്ഞ് വീണ്ടും ആ ജനൽപ്പാളിയുടെ അടുത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. സ്വയം അത് ബെൻഡ് ചെയ്യുന്നു, അങ്ങോട്ട് വളയുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ ഇതല്ലേ? അതതിൻ്റെ പ്രാകൃതമായ വിവേകമാണ്. കാരണം സൂര്യപ്രകാശമാണ് എൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം, ഞാൻ അതിലേക്ക് തന്നെ എപ്പോഴും തിരിയണം. ആരും പഠിപ്പിച്ചിട്ടുള്ളതല്ല, അതിന് ജന്മനാ ഉള്ള വിവേകമാണ്. ഇത് തന്നെ മൃഗങ്ങളിലും മനുഷ്യരിലും ഒക്കെ കാണാം. ഒരു പശുക്കിടാവ് ജനിച്ച ഉടനെ ചാടി എഴുന്നേറ്റിട്ട് അതിൻ്റെ തള്ളപ്പശുവിൻ്റെ അകിടിലേക്ക് പോകുന്നു. എങ്ങനെ സാധിക്കുന്നു? അതിന് ജന്മസിദ്ധമായി, നമുക്ക് വേണ്ടി ജനറ്റിക്കൽ എന്നൊക്കെ പറയാം, ഒരു വിവേകമുണ്ട്. അപ്പോൾ ഈ വിവേകം ആണ് നമ്മുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായത്. വിവേകം ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രായോഗികമാക്കി ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഈ വിവേകമാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ മുതിർന്നവരിൽ നിന്ന് പകർന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആധുനിക തലമുറയിൽ എത്രത്തോളം അത് പകർന്നു കിട്ടുന്നുണ്ടെന്നുള്ളതിൽ വളരെയധികം സംശയമുണ്ട്. അപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. ഒരുവിധം ഒരു 50 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പണ്ട് നമ്മളുടെ മുതിർന്നവർ ചില കാര്യങ്ങൾ നിർബന്ധിച്ചിരുന്നു. അത് യുക്തിയൊന്നും അവർ പറഞ്ഞു തരികയില്ല, പക്ഷേ അത് തലമുറകളായി കിട്ടിയ ഒരറിവാണ്. ഒരു കണക്കിന് ഋഷിമാരുടെ ഈ ജീവിത നിയമങ്ങൾ, സഫലമായ ജീവിത നിയമങ്ങൾ, സംതൃപ്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ കണ്ടെത്തിയ മഹാന്മാരായ പൂർവികന്മാർ അത് തലമുറകളായി കൈമാറി നമ്മളുടെ കയ്യിൽ എത്തിച്ചേർന്നതാണ്. അതാണ് നമ്മളുടെ പൂർവികന്മാർ, നമ്മളുടെ വീടുകളിലെ കാർന്നവന്മാർ, നമ്മുടെ അച്ഛനും അമ്മയും അമ്മാവന്മാരും ചേട്ടന്മാരും. ഇതൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ആ പരമ്പരാഗതമായി അവർക്ക് കൈവന്ന ഒരു അറിവാണ്, അവർക്ക് കൈവന്ന ഒരു വിവേകമാണ്. അതിന് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചിട്ടുള്ളവരും ഉണ്ടായി. ചില മാമൂലുകളിൽ പെട്ടുപോകും ഈ വിവേകമൊക്കെ. അങ്ങനൊരു കുഴപ്പമുണ്ട്. മാമൂലുകളുടെ അടിസ്ഥാനരഹിതമായ ചില പ്രയോജനരഹിതമായ ചില ആചാരങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ വിവേകം എന്ന് പറയപ്പെടുന്ന ഈ വസ്തു നമ്മളെ നയിക്കും. ഒരു ഉദാഹരണമാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ. അതിനുമൊക്കെ എന്തൊക്കെയോ വിവേകമുണ്ട്, അതിലും എന്തൊക്കെയോ ബുദ്ധിയുണ്ട്, അതിലും എന്തൊക്കെയോ യുക്തിസഹതയുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വളരെ പ്രചരിച്ചു. പക്ഷേ ആ സമയത്ത് മഹാന്മാരായ ആചാര്യന്മാർ വന്നു. വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ളവരും ചട്ടമ്പി സ്വാമികളെ പോലെയുള്ളവരും മലയാളി സ്വാമിയെ പോലെയുള്ള ആളും നാരായണ ഗുരുദേവനെ പോലെയുള്ളവരും അതുപോലെ ഉത്തരേന്ത്യയിലെ പല മഹാന്മാരായിട്ടുള്ളവരും അവരൊക്കെ ഈ ചില അഴുകൽ, ചില ജീർണതകളെയൊക്കെ നീക്കം ചെയ്ത് വീണ്ടും ഇതിനെ പരിഷ്കരിച്ചു, സംസ്കരിച്ചു.
റീഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവരും നമുക്ക് മാർഗദർശനം നൽകിയ ഋഷിമാരാണ്, മുനിമാരാണ്. മുനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മനനം ചെയ്യുന്നവൻ. ഉള്ളിൽ സത്യത്തെ ശരിക്കും പരിശീലനം ചെയ്യുന്നവർ, അനുശീലനം ചെയ്യുന്നവർ, അനുസന്ധാനം ചെയ്യുന്നവരാണ് അവർ. അങ്ങനെ അവരൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ പലരെയും മഹർഷി, മുനി എന്നെല്ലാം പറയുന്നുണ്ട്. ഈ പണ്ട് പുരാണങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വേദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന യാജ്ഞവൽക്യനും, അല്ലെങ്കിൽ നാരദനും, സനൽകുമാരനും, അതല്ലെങ്കിൽ വ്യാസനും, വാൽമീകിയും, ഇവർ മാത്രമൊന്നുമല്ല മുനിമാർ. നമ്മൾ രമണ മഹർഷിയെ മഹർഷി രമണം എന്നാണ് വിളിക്കുക. കാരണം അദ്ദേഹം ഒരറിവ് നമുക്ക് പകർന്നു തന്നു. അരവിന്ദ ഘോഷിനെ നമ്മൾ മഹർഷി എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ഋഷി തുല്യരാണ്, ഋഷി എന്ന നിലയിലെത്തിയവരാണ്, മുനിമാരാണ്. അവരുടെയൊക്കെ അറിവും നമ്മളുടെ ജ്ഞാന ഭണ്ഡാരത്തിലേക്ക്, ജ്ഞാനത്തിൻ്റെ ആ ശേഖരത്തിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ കാലാകാലങ്ങളായി ഇത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനനശീലന്മാരായ തത്വത്തെ ശരിക്കും അനുസന്ധാനം ചെയ്ത് അതിൻ്റെ ഉള്ളുകളിൽ കണ്ടെത്തിയ ജീവിത വിജയത്തിന് വേണ്ട ആ തത്വങ്ങൾ ഗ്രഹിച്ചവർ നമുക്ക് നൽകിയ അറിവ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ആ അറിവ് ഇന്ന് കുടുംബങ്ങളിൽ പലപ്പോഴും കിട്ടാതെ വരുന്നു. കാരണം നമുക്കറിയാം, നമ്മളിന്ന് യന്ത്രങ്ങളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ വ്യക്തി എന്നുള്ള ആ അസ്തിത്വം, ആ എൻറ്റിറ്റി, ആ ഒരു 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 വസ്തുതയെ നമ്മൾ മറക്കുകയാണ്. ഇന്ന് വ്യക്തികളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മറ്റാരാലോ നിയന്ത്രിക്കപ്പെടുന്ന ചില പാവകളെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാനടക്കമുള്ള സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരുടെയും സ്വാധീനത്തിൽ, ബിസിനസ്സിൻ്റെയും ടെക്നോളജിയുടെയും പൊളിറ്റിക്സിൻ്റെയും അങ്ങനെ പലതിൻ്റെയും സ്വാധീനത്തിൽപ്പെട്ട് നമ്മൾ നമ്മുടേതായ ആ വ്യതിരിക്തത, ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ദയനീയമായൊരവസ്ഥയാണ്. പണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയമൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ട്. പണ്ട് നമ്മളുടെ ജീവിതത്തിൽ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്തും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ഒരു വ്യക്തിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഓരോ വ്യക്തിക്കും സാങ്കേതിക വിദ്യ ആവശ്യമായി വന്നിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ എക്കണോമിക്സ്, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒന്നും എക്കണോമിക്സ് അറിയില്ലായിരുന്നു. വീട്ടിലെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും എക്കണോമിക്സ് അറിയാമായിരുന്നു. വീട്ടിൽ ഒരാൾ കരമടയ്ക്കുന്ന ഒരാളുണ്ടാവും, വ്യവഹാരങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടാവും. മിക്കവാറും കാരണവരായിരിക്കും അത്. ഏറ്റവും മൂത്ത അമ്മാവനോ അച്ഛൻ്റെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും മൂത്തേട്ടനൊക്കെ ആ ഒരു കൂട്ടുകുടുംബത്തിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അടുത്ത ആൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഓരോരുത്തർക്കും ഈ അർത്ഥശാസ്ത്രം, ധനതത്വശാസ്ത്രം അറിയണം, ഓരോരുത്തർക്കും രാഷ്ട്രതന്ത്രം അറിയണം, ഓരോരുത്തർക്കും സാങ്കേതിക ശാസ്ത്രം അറിയണം, ഓരോരുത്തർക്കും ഇങ്ങനെ എല്ലാവരും പല ഘടകങ്ങളുടെ, പല സ്വാധീനങ്ങളുടെ പിടിയിൽപ്പെട്ട് അവൻ്റെ സ്വന്തമായ ആ ഉണ്മയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തിരിച്ചറിഞ്ഞിട്ടല്ലേ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ഉണ്മ, നമ്മളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, നമ്മുടെ നേച്ചർ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ചിന്തിച്ച് നോക്കുക. പക്ഷേ നമുക്ക് ഒരു കൂടുതൽ ചെറിയ തലമുറയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത പോലും അവർക്ക് അതിൻ്റെ പ്രസക്തി പോലും മനസ്സിലാവില്ല. ഉള്ളൂർ എസ് പരമേശ്വരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാനായ കവിയായിരുന്നു. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ കൂടെയാണ് അദ്ദേഹം കവിയും സാഹിത്യകാരനും ചരിത്രകാരനും ഒക്കെ ആയി മാറിയത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി കണ്ടിട്ട് മാത്തമാറ്റിക്സ് BA ചേർക്കാൻ, അന്നത്തെ കാലത്ത് BA എന്നാണ് പറയുക, മാത്തമാറ്റിക്സ് BA ചേർക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രീ യൂണിവേഴ്സിറ്റി അധ്യാപകർ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നുമില്ല, ഇൻ്റർമീഡിയറ്റ് ഒക്കെയാണ്, അവർ നിർബന്ധിച്ചു. അത്രയും തീക്ഷ്ണ ബുദ്ധിയായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തിന് അറിയാൻ തൻ്റെ ഉള്ളിലൊരു ഭാഷാ വിത്താണ്, ഒരു ഭാഷാ കുതുകിയാണ്, ഒരു ഭാഷാ സ്നേഹിയാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. കാരണം സ്വന്തം ആ നേച്ചർ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പലർക്കും നമ്മളുടെ നേച്ചർ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ എന്താവേണ്ടവനാണ്, എൻ്റെ ഉള്ളിലുള്ള ആ എസൻസ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല. അതിനുള്ള സാഹചര്യമില്ല, അതിനെ ചിന്തിക്കാനുള്ള അവസരമില്ല. നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ബാഹ്യശക്തികളാണ്. അമ്മ എപ്പോഴും പറയും, പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ട് കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുക. ആരെങ്കിലും കയ്യിൽ കുറിപ്പ് എഴുതി കൊടുക്കും. 5 കിലോ അരി ഞങ്ങളൊക്കെ പോയി മേടിച്ചിട്ടുള്ളതാണ്. 1/2 കിലോ പഞ്ചസാര, 1/4 കിലോ ശർക്കര, മല്ലി, മുളക്, ഇതെല്ലാം. പക്ഷെ ഇന്നങ്ങനെയല്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കാണുന്നതൊക്കെ വേണമെന്ന് തോന്നിയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് അവരാണ്, മാർക്കറ്റാണ്, പൊളിറ്റിക്സാണ്, എക്കണോമിക്സാണ്, ടെക്നോളജിയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളുടെ
നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ ഈ വിവേകം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. വായനാശീലം ഇല്ല നമുക്ക് പൊതുവേ. നോവലുകൾ വായിക്കുന്നില്ല, കവിതകൾ വായിക്കുന്നില്ല, ചെറുകഥകൾ വായിക്കുന്നില്ല. അതൊക്കെ സമൂഹത്തെ മനസ്സിലാക്കാനുള്ള നമ്മളുടെ അവസരങ്ങളായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഭാഷയ്ക്ക് സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭാഷയും സാഹിത്യവും ഒക്കെയാണ് സമൂഹത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരുന്നത്, ബോധവതികളാക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗം അല്ലാതായി തീരുകയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗം അല്ലാതായി തീരുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട വിവേകത്തിൻ്റെ സ്രോതസ്സുകളിൽ അടയുകയാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടാതായി. കുടുംബത്തിൽ എല്ലാവർക്കും തിരക്ക്, മാതാപിതാക്കളും അതുപോലെ നമ്മുടെ മുതിർന്നവരുമൊന്നും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെയാവുകയാണ്. അപ്പോൾ അവരും ഈ വിവിധ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുടെയും സ്വാധീനത്തിൽപ്പെട്ട അവരുടേതായ ഒരു ജീവിതം വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വിവേകം വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുറേ നമ്മുടെ തലമുറയിലൊക്കെ ഉള്ളവർക്ക്, എൻ്റെ തലമുറയിലൊക്കെ ഉള്ളവർക്ക് കിട്ടിയ ചില പൂർവികരിൽ നിന്നും അമ്മയെ പോലെയുള്ള ഗുരുക്കന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടിയ ചില വിഷയങ്ങൾ മാത്രം ഞാൻ അവതരിപ്പിക്കാം. അധികം സമയമൊന്നുമില്ല, എന്നൊരു 20 മിനിറ്റേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എഴുത്തച്ഛൻ്റേതാണെന്ന് പറയപ്പെടുന്ന ഭാഗവത കീർത്തനത്തിലൊരു വരിയാണ്. നിങ്ങൾ ചിലരൊക്കെ ഭാഗവത കീർത്തനം കേട്ട് കാണും. കരൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബത കളയരുതാരും, മരണം വരുമിനി എന്ന് നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. തുടങ്ങുന്നത് വളരെ പ്രസിദ്ധമായ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കീർത്തനമാണിത്. എങ്ങനെയാണ് തുടങ്ങുന്നത് കീർത്തനം? കരളിൽ വിവേകം കൂടാതെ കണ്ട അരനിമിഷം ബത കളയരുതാരും. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബുദ്ധിയിൽ ഈ വിവേകമില്ലാതെ ജീവിക്കാൻ അരനിമിഷം പോലും തയ്യാറാകരുത്. അപ്പോൾ മഹാനായ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി മുതൽ നമ്മളുടെ നാടിൻ്റെ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ വരെ അടിവരയിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് വിവേകം. പിന്നെ അദ്ദേഹം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അത് കാ കാ കീ കീ എന്നുള്ള അക്ഷരമാല ക്രമത്തിലാണ്. അതിൽ കൂ എന്ന് വരുന്ന ഭാഗം വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വീണുഴലുന്ന ജനാനാം ആപദ്ഗണമകലെണ്ടുകിൽ മുനിജന വാക്കുകൾ ചൊല്ലാം നാരായണ ജയ. കൂപേ വീണുഴലുന്നത് പോലെ ഗേഹേ വീണുഴലുന്ന ജനാനാം. ഒരു കിണറ്റിലൊരാൾ വീണുപോയി എന്ന് വിചാരിക്കുക, കൂപത്തിൽ. എന്താ വല്ല ഗതിയുമുണ്ടോ പിന്നെ ആൾക്ക്? ഇന്ന് കിണറുകൾ പോലും കാണാത്ത അവസ്ഥയാണ് കേട്ടോ. കുട്ടികളോടൊക്കെ കിണറ്റിൽ വീണ് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ കിണറെന്ന് ചോദിക്കും കുട്ടികൾ. ആലോചിച്ച് നോക്കുക, നമ്മൾ എവിടെ വരെ എത്തി? നമ്മുടെ ജീവിതം ഒരു 10, 25, 30 വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് എത്ര മാറിക്കഴിഞ്ഞു എന്ന് നോക്കുക. അപ്പോൾ കിണറ്റിൽ വീണ ഒരാൾ വിളി വയ്ക്കുന്നു, ആരെങ്കിലും വന്ന രക്ഷണം. പ്രത്യേകിച്ചും വെളിമ്പറമ്പുകളിലൊക്കെയുള്ള കിണറുകളിലൊക്കെയാണ് പറയുകയും വേണ്ട. അങ്ങനെ ഉഴലുന്ന ജനാനാം കൂപേ വീണുഴലുന്നത് പോലെ ഗേഹേ വീണുഴലുന്ന ജനാനാം. ഗാർഹിക ജീവിതവും ഇതേപോലെ വളരെ സങ്കീർണമാണ്. കൂപത്തിൽ പതിച്ച ഒരാൾ കഷ്ടപ്പെടുന്ന പോലെയാണ് ഗാർഹിക ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഗാർഹിക ജീവിതം. ഗാർഹിക ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ ലോക ജീവിതം. അങ്ങനെ ഈ ലോക ജീവിതത്തിൽപ്പെട്ട് ഉഴലുന്ന ജനാനാം ആപദ്ഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ കേൾക്കാം നാരായണ ജയ. നമ്മളുടെ ഈ ആപത്തുകൾ, ജീവിതത്തിലെ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം അകലാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എഴുത്തച്ഛൻ പറയാണ്, മുനിജന വാക്കുകൾ കേൾക്കാം. മുനിജനങ്ങൾ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ വിവേകവും മുനിജനങ്ങളുടെ വാക്കുകളും കൂടി ചേർത്തത്. വളരെ പ്രായോഗികമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ അധികം സിദ്ധാന്തങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രചോദനം എന്താണ്, അതൊക്കെ സ്വാമിജി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ചിന്തോദ്ദീപകവും ഒരു ആനന്ദപ്രദവും ശാന്തിപ്രദവും ഒക്കെ ആയ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുനിമാർ എന്തു പറയുന്നു? പ്രത്യേകിച്ചും നമ്മളുടെ ഇന്നത്തെ മുനിമാരുടെ പരമ്പരയിൽ നമ്മൾ ഇന്നത്തെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അമ്മയാണ്. അമ്മ എപ്പോഴും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ മധ്യമ മാർഗം സ്വീകരിക്കുക. എല്ലാത്തിനും ഒരു മിഡിൽ പാത്ത് സ്വീകരിക്കുക. ഒന്നും എക്സ്ട്രീംസിലേക്ക് പോകാതിരിക്കുക. ചിലർ ജോലി എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നു, അവർ വർക്ക് ഹോളിക്കായി പോകുന്നു. ചിലർ ലിഷർ എൻ്റർടൈൻമെൻറ്റ്, റിക്രിയേഷൻ മാത്രമായി ചെല്ലുന്നു, അവർ ലേസിയായി പോകുന്നു. ഇത് എന്ത് രംഗത്ത് നോക്കിയാലും ഇത് നമുക്കറിയാൻ സാധിക്കും. ചിലർക്ക് ഭക്ഷണത്തിനോട്
ആസക്തി കൂടുന്നു, ചിലർക്ക് ഭക്ഷണം വേണ്ട. ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വാട്സപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കാരണം ഭക്ഷണമേ കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൽ തന്നെ മുഴുകിയിട്ട്. ഐസക് ന്യൂട്ടനെ കുറിച്ചൊരു തമാശയുണ്ട്. അദ്ദേഹം ഒരു തവണ ലാബിൽ ഭയങ്കര, ഈ സ്വാമിജി പറഞ്ഞ പോലെ ഭയങ്കര ജിജ്ഞാസുവായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലാബിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ ഒരു വിസിറ്റർ വന്നു. അപ്പോൾ വിസിറ്റിംഗ് റൂമിലിരിക്കുകയാണ്. ഇദ്ദേഹം ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയൊക്കെയാണ് പുള്ളി ഇറങ്ങി വന്നത്. വിസിറ്റർ വളരെ നിർബന്ധം ഉണ്ടായിരുന്നു, കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് അവശനായി വന്നിട്ട് നേരെ തൻ്റെ റൂമിൽ, ആ വിസിറ്റർ ഇരിക്കുന്ന റൂമിൽ വന്നിട്ട്, വിസിറ്റർ ഇരിക്കുന്നതിൻ്റെ നേരെ ഇപ്പുറത്ത് കസേരയിൽ ഇരുന്നിട്ട് ടിഫിൻ ബോക്സ് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സെർവൻറ്റ്, അറ്റൻഡർ. അത് വലിച്ചു അടുത്തേക്ക് വെച്ചു, അത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി. പക്ഷേ വിസിറ്റർ അവിടെ വെയിറ്റ് ചെയ്ത് വിശന്ന അവസരമായതാണ് അങ്ങോരത് തുറന്ന് അത് മുഴുവൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഐസക് ന്യൂട്ടൻ ഇത് തുറന്നപ്പോൾ അതിൻ്റെ അകത്തൊന്നും കണ്ടില്ല. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, സോറി, ഞാൻ ഭക്ഷണം കഴിച്ച കാര്യം മറന്നുപോയിട്ടാണ് കേട്ടോ ഇതെടുത്ത് തുറന്നു നോക്കിയതെന്ന്. കാരണം ഇദ്ദേഹം ഭക്ഷണം കഴിച്ചോ ഇല്ലോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെയുള്ള എക്സ്ട്രീംസ്, ജോലിയിൽ തന്നെ മുഴുകി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു കാര്യവുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ആവശ്യത്തിലധികം കിടന്നുറങ്ങുക, ഒട്ടും ഉറങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട്. അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ വളരെ ആശ്വാസമുണ്ടാകും. അതാണ് അമ്മ പറയുന്നത് മധ്യമ മാർഗം. കുട്ടികളിൽ നിന്ന് വൈകുന്നേരം ദിവസം മുഴുവനും മുറിക്കകത്തിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ഞാൻ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 6 മണി വരെ വീട്ടിൻ്റെ അകത്ത് കണ്ടുപോരുന്ന അച്ഛന് വലിയ വാശിയുണ്ടായിരുന്നു. ഒരു കാരണവശാലും വീട്ടിൽ കണ്ടുപോരുന്നത് 6 മണി വരെ. എവിടെയെങ്കിലും പോയി എന്ത് പണി ചെയ്തിട്ട് വന്നു, കളിക്കുകയോ അമ്പലപ്പറമ്പിൽ പോയിരുന്ന് കൂട്ടുകാരുമായിട്ട് വെറുതെ വെടി പറഞ്ഞുകൊണ്ടിരിക്കുകയോ എന്ത് പണി ചെയ്തിട്ട് വീട്ടിൻ്റെ അകത്ത് കയറാൻ പാടില്ല. കാരണം എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളതിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും വീട്ടിൻ്റെ അകത്ത് കുത്തിയിരിക്കുന്ന മക്കളായി പോരുന്ന അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവർ. പക്ഷേ ഈ വ്യക്തിയുടെ സമഗ്രമായ ജീവിത വികാസം അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മധ്യമമായ ഒരു മാർഗം, പഠിക്കേണ്ടപ്പോൾ പഠിക്കുക, കളിക്കേണ്ടപ്പോൾ കളിക്കുക, ഉത്സവങ്ങളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക, കുടുംബത്തിലെ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുക. ഇതിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമായിരുന്നു. എനിക്ക് അറിവുണ്ട്, എൻ്റെ അനുഭവത്തിലറിയാം. എൻ്റെ ഒരു ചേച്ചി, കസിൻ സിസ്റ്ററിൻ്റെ മകൻ, ആ വേറൊരു കസിൻ സിസ്റ്റർ മരിച്ചപ്പോൾ, അതായത് എൻ്റെ ചിറ്റമ്മയാണ്, മരിച്ചപ്പോൾ ആ ശവശരീരം കൊണ്ടു നിർത്തിട്ട് കാണാൻ പോലും പോയില്ല. 4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അതിൽ മൂത്ത ചേച്ചിയുടെ മോളുടെ മോൻ, രണ്ടാമത്തെ ചേച്ചിയുടെ മോള് മരിച്ചപ്പോൾ സ്വന്തം ചിറ്റമ്മയാണ്, സ്വന്തം അമ്മയുടെ കസിനാണ്, മരിച്ചിട്ട് ശവശരീരം കൊണ്ടു നിർത്തി കാണാൻ പോലും പോയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. എന്താണ്, ജീവിതത്തിന് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ തള്ളി, ഇവിടെ മാത്രം മതി, ഈ ഭാഗമൊക്കെ നമ്മൾ ശൂന്യമാക്കി വിട്ടിരിക്കുകയാണ്. പക്ഷേ പണ്ടങ്ങനെയായിരുന്നില്ല. എന്തെങ്കിലും ചടങ്ങുകൾ കുടുംബത്തിലുണ്ടായിരുന്നു, അതിൽ പോയിരിക്കണം. അടിച്ചോടിക്കണം അതിൽ പങ്കെടുക്കാൻ പറഞ്ഞുകൊണ്ട്. ഉത്സവങ്ങളുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് പോയിരിക്കണം. അതുപോലെ കളിച്ചിരിക്കണം ദിവസവും, അതോടൊപ്പം പഠിക്കുകയും വേണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്നും ആർക്കും നിർബന്ധങ്ങളൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ നമ്മൾ ഈ എല്ലാ കാര്യത്തിലും ഒരു പാർട്ടിസിപ്പേഷൻ, പക്ഷെ ഒന്നിലും എക്സ്ട്രീമായി പോകാതിരിക്കുക എന്ന് സ്വാമി ബുദ്ധഭഗവാന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. ബുദ്ധഭഗവാൻ സത്യാന്വേഷിയായി പോയതിന് ശേഷമുള്ളൊരു സംഭവമുണ്ട്. കടുത്ത തപശ്ചര്യ അദ്ദേഹം അനുഷ്ഠിച്ചു, സിദ്ധാർത്ഥൻ. അങ്ങനെ തപസ്യ അനുഷ്ഠിച്ചിട്ട് അദ്ദേഹം അവസാനം, എൻ്റെ ശരീരം ഈ ഇരിപ്പിൽ തകർന്നു പോയാലും ഞാനിനി ബോധോദയം ഉണ്ടാകാതെ എഴുന്നേക്കില്ല എന്നുകൊണ്ട് അദ്ദേഹം ഇരുന്നു. 27 ദിവസമോ മറ്റോ ഇരുന്നു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് എൻ്റെ നമ്പർ എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ വയ്യ. ബോധം ജനിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് ശരീരം മുഴുവനും ദുർബലമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, വീണുപോയി ഇരുന്ന ഇരിപ്പിൽ. അപ്പോൾ അദ്ദേഹം ദൂരയിൽ നിന്ന് ഒരു ആട്ടിടയൻ, ഈ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് സംഗീതം വായിച്ചുകൊണ്ടാണല്ലോ, ചിലർക്ക് പുല്ലാങ്കുഴലായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും തന്ത്രിവാദ്യമായിരിക്കും, സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അദ്ദേഹം ആ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് ട്യൂൺ ചെയ്യണ കണ്ടു. അപ്പോൾ ബുദ്ധൻ അത് കേൾക്കുകയാണ്. അത് വളരെയധികം മുറുക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ കമ്പി അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അയാൾ വേറൊരു സ്ട്രിങ് എടുത്തിട്ട് അതിൽ കെട്ടി. അപ്പോൾ അത് വളരെ ലൂസായിട്ടിട്ടു. അപ്പോൾ അത് വായിച്ചിട്ട് അതിന് സൗണ്ട് വെച്ചിട്ട് അത് സ്ട്രിങ്ങിൽ വച്ചിട്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഈ ആട്ടിടയൻ അതിനെ വീണ്ടും ഒന്ന് മുറുക്കി കുറച്ച് വളരെ ശ്രദ്ധിച്ച് മുറുക്കി ഒരു പാകത്തിനെത്തി കഴിഞ്ഞപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് സംഗീതവും വരാൻ തുടങ്ങി. അപ്പോഴേക്കും ബുദ്ധനൊരു ജ്ഞാനം ഉണ്ടായെന്നാണ് പറയുന്നത്.
അധികം മുറുക്കിയാലും ഒട്ടും മുറുക്കാതെ അയച്ചിട്ടാലും ജീവിതത്തിൽ സംഗീതം ഉണ്ടാവുകയില്ല. ഞാൻ ചെയ്ത തീരുമാനം തെറ്റാണ്, എൻ്റെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് ഞാനൊരു ലക്ഷ്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ സമയത്താണ് പാൽക്കാരി, സുജാത എന്ന് പറഞ്ഞ ഒരു പാൽക്കാരി അതിലൂടെ കടന്നുപോവുകയാണ്. അപ്പോൾ ഈ മഹാനായ തപസ്സി കുറേ നാളായി കാണുന്നു അവിടെ കുത്തിയിരുന്ന് ധ്യാനിക്കുന്നത്, ഇതാ തളർന്ന് വീണ് കിടക്കുന്നു. അപ്പോൾ സുജാത വീണ്ടും അവരുടെ അടുത്തേക്ക്, ബുദ്ധൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവർ പാല് കടന്നുകൊണ്ട് പോകുന്നു. ആ പശുവിനെ ആടിനോ മറ്റേ ആടാണ്, ആ പാല് കുറച്ച് ബുദ്ധന് കൊടുക്കുന്നു. ബുദ്ധൻ അത് മേടിച്ച് കഴിച്ചു. ഇനി ബോധം ഉദിക്കാതെ എണീക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്ന ആളാണ് ആ പാലെടുത്ത് കഴിച്ചിട്ട് ധ്യാനിക്കാനിരുന്നു. അന്ന് ബുദ്ധന് ബോധോദയം ഉണ്ടായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യമായി ഉപദേശം കൊടുത്തത് ഈ സുജാതയ്ക്കാണ്, ആ ഇടയക്കുട്ടിക്കാണ് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ബുദ്ധൻ്റെ മാർഗം മധ്യമ മാർഗമാണ്. അമ്മയും പറയുന്നത് നമ്മൾ എല്ലാത്തിലും ഒരു പേസ്, ഒരു മീഡിയം പേസിൽ പോവുക. വളരെ സ്ലോ ആയിട്ടും പോരുത്, വളരെ ഫാസ്റ്റായിട്ടും പോരുത്, വളരെ മുറുകിയും പോരുത്, വളരെ അയഞ്ഞും പോകരുത്. ഈ ഒരു വിവേകം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ത്രെഡിൽ ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ഒരു മധ്യമമായ മാർഗം കൊണ്ടുവരുന്നുണ്ട്. ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഗ്രന്ഥമാണല്ലോ. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രാമാണിക, ഏറ്റവും പ്രചാരമുള്ള പ്രാമാണിക ഗ്രന്ഥമാണ്. അത് യോഗശാസ്ത്രമാണെന്നാണ് പറയുന്നത്. യോഗം എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിലുള്ള മാർഗ്ഗമാണ് യോഗം. അല്ലാണ്ട് ഞാൻ വലിയ ഫിലോസഫിയിലേക്കോ സ്പിരിച്വാലിറ്റിയിലേക്കോ ഒന്നും പോകുന്നില്ല. അർജുനൻ തുടക്കത്തിൽ വിഷാദത്തിൽ മഗ്നനായിരുന്നു. യുദ്ധം ചെയ്താൽ തൻ്റെ ശത്രുക്കളെ, തൻ്റെ മിത്രങ്ങളെയും ബന്ധുക്കളെയും വധിക്കേണ്ടി വരുമല്ലോ എന്ന വിഷാദം ബാധിച്ച അർജുനനായിരുന്നു. അതൊരു യോഗമായി മാറി. അതുകൊണ്ട് 1-ാമത്തെ അധ്യായത്തിൻ്റെ പേര് വിഷാദയോഗമെന്നാണ്. അപ്പോൾ ഈ വിഷാദത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ളൊരു യാത്രയാണ് വളരെ ഉപരിപ്ലവമായി പറഞ്ഞാൽ ഭഗവത്ഗീത. നമ്മുടെ ജീവിതം എന്നെല്ലാം, പലരുടെയും ജീവിതം വിഷാദമഗ്നമാണ്. കാരണം എന്താണ്? വിവേകമില്ലാത്ത ജീവിതം കൊണ്ടാണ് ഉണ്ടാകുന്നത്. വിവേകമില്ലായ്മ വന്നാൽ വിഷാദം ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വിവേകമില്ലാതെ വിഷാദത്തിലേക്ക് അർജുനൻ്റെ വിവേകമൊക്കെ വേറെ തരത്തിലുള്ളതാണ് കേട്ടോ, അത് ഗീതയിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ധർമാധർമ്മത്തെക്കുറിച്ചുള്ള വിവേകവും വിഷാദമൊക്കെയാണ് അർജുനൻ ഉണ്ടായത്. പക്ഷേ വിവേകമില്ലാത്തതുകൊണ്ടാണ് വിഷാദം ഉണ്ടായതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ വിഷാദത്തിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ഭഗവാൻ യോഗം ഉപദേശിക്കുന്നത്. ഓരോ അധ്യായവും ഓരോ യോഗമാണ്. അതിലൊരിടത്ത് കർമ്മയോഗം വളരെ പ്രധാനമാണ്. നമ്മുടെ ഇങ്ങനെ നിത്യജീവിതത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ള പ്രധാനമാണ്. അതേപോലെ ഇന്ന് സ്വാമിജി ചോദിച്ച പോലെ ധ്യാനം ജീവിതത്തിൽ ചെയ്യേണ്ടത് പ്രധാനമാണ്. കുറച്ച് അറിവ്, ജ്ഞാനം സമ്പാദിക്കേണ്ടത് പ്രധാനമാണ്. ഉപാസന, ഭക്തി ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. ഇതെല്ലാം ആവശ്യമാണ് ഈ യോഗം പൂർണ്ണമാവണമെങ്കിൽ. ഇതിലേതെങ്കിലും 1 കൊണ്ടോ 2 കൊണ്ടോ 3 കൊണ്ടോ അല്ല എല്ലാം കൊണ്ടോ നമുക്ക് ഇതിലേക്ക്, ഈ ജീവിത പൂർണ്ണതയിലേക്ക് പോകാം. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു നിയമം ഭഗവാൻ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, ന അത്യസ്നതസ്തു യോഗോസ്തി നജ ഏകാന്ത മനസ്നതഃ നജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവചാർജുന യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഈ യോഗ, ഇന്നത്തെ ഭാഷയിൽ യോഗ, മലയാളത്തിൽ യോഗം, സംസ്കൃതത്തിൽ യോഗ, ഇത് നമ്മളുടെ ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കും. ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ്. കർമ്മയോഗമായാലും ഭക്തിയോഗമായാലും ഏത് യോഗമായാലും മതി. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഭഗവാൻ പറയുകയാണ്, നാത്യസ്നതസ്തു യോഗോസ്തി. അത്യസ്നത, ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നവന് ഈ യോഗം സമ്പാദിക്കാൻ പറ്റുകയില്ല. നജൈകാന്തം അനശ്നത, ഭക്ഷണമേ കഴിക്കാതെ പട്ടിണി കിടക്കുന്നവന് ഈ യോഗം സമ്പാദിക്കാൻ പറ്റുകയില്ല. നജാതി സ്വപ്നശീലസ്യ, കൂടുതൽ ഉറങ്ങുന്നവന് ഈ യോഗം സമ്പാദിക്കാൻ പറ്റില്ല. ആവശ്യത്തിലധികം ഉറങ്ങുന്നവന് ഇത് സമ്പാദിക്കാൻ പറ്റുകയില്ല. അതായത് വിഷാദത്തിൽ നിന്ന് മുക്തി നൽകുന്ന, ദുഃഖത്തിൽ നിന്ന് മുക്തി നൽകുന്ന ഈ ജീവിതശൈലി പ്രാവർത്തികമാക്കാൻ പറ്റില്ല. നജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവചാർജുന, അധികം നേരം ആവശ്യത്തിൽ കൂടുതൽ ഉണർന്നിരിക്കുന്നവനും ഈ യോഗം സമ്പാദിക്കാൻ പറ്റുകയില്ല. പിന്നെ ആർക്കാ സാധിക്കുക? യുക്താഹാര വിഹാരസ്യ, യുക്തമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ, നേരത്തെ പറഞ്ഞ മോഡറേറ്റ് ആയിട്ട്, മധ്യമമാർഗം എന്ന് പറഞ്ഞില്ലേ, മോഡറേഷൻ, മധ്യമമാർഗത്തിൽ പോകുന്ന യുക്താഹാര വിഹാരസ്യ, ആഹാരത്തിൽ ഒരു മിതത്വം പാലിക്കുക. രാമനോഹർജി വന്നിട്ടുണ്ട്. വിഷയം വളരെ ആയുർവേദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് യുക്തമായ ആഹാരം കൊണ്ടുവരികയെന്ന് പറഞ്ഞാൽ വലിയൊരു ശാസ്ത്രമായിട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. വിഹാരസ്യ, നമ്മുടെ ജീവിതത്തിൽ വിഹാരങ്ങൾ വേണം.
റിക്രിയേഷൻസ് വേണം. അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ജീവിതമൊന്നും ഒരു മഹർഷിയും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഭാഗവതവും രാമായണവും മഹാഭാരതമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. ധർമ്മവുമൊക്കെ പറയുന്നു, ആധ്യാത്മികതയൊക്കെ പറയുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ജീവിതത്തിനെ ആസ്വദിക്കാനുള്ള മനോരഞ്ജനത്തിനുള്ള മാർഗങ്ങളും അതിലൊക്കെ തന്നെ പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് സയൻസായ, നമ്മുടെ ആരോഗ്യശാസ്ത്രമായ ആയുർവേദ ഗ്രന്ഥങ്ങളിലും സന്തോഷമായി ജീവിക്കാൻ, ആ ജീവിതത്തെ ഒരു രസകരമാക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കുന്നു. അപ്പോൾ യുക്താഹാര വിഹാരങ്ങളും നമ്മൾ ഉചിതമായ രീതിയിൽ ജീവിതത്തിലുണ്ടാവണം. റിക്രിയേഷൻസ്, എൻ്റർടൈൻമെൻറ്റ്സ് ജീവിതത്തിൽ വേണം. യുക്തചേഷ്ടസ്യ കർമ്മസു, നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ വേണ്ട പോലെ ചേഷ്ടിക്കണം, വേണ്ട പോലെ പ്രവർത്തിക്കണം. നമ്മളെ തന്നെ കൂടുതൽ ടാക്സ് ചെയ്യരുത്, നമ്മളെ തന്നെ കൂടുതൽ ശോഷിപ്പിച്ച് കളയരുത്, പിഴിയരുത്. ഇപ്പോൾ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അയാളുടെ പൊട്ടൻഷ്യലിനെ മുഴുവൻ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അയാളുടെ ടാലൻറ്റിനെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ല. പിന്നെയോ ദോഹനം ചെയ്യാനാണ് അനുവദിക്കുന്നത്. ദോഹനം വെച്ചാൽ ഈ കറന്നെടുക്കൽ. പശുവിനെ കറന്നെടുക്കുമ്പോൾ നമ്മൾ പശുവിൻ്റെ വീട്ടിൽ പോയി പാൽ, പിന്നെ അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പശുവിനെ കറന്നെടുക്കുന്ന കാര്യമൊക്കെ കുട്ടികൾക്കൊന്നും ആർക്കും അറിയുകയില്ല. പശുവിനെ കറന്നെടുക്കുമ്പോൾ അതിൻ്റെ പാൽ മുഴുവൻ കറന്നെടുക്കുമോ? ഇല്ല. അതിന് കന്നുകുട്ടിയെ കൊണ്ടുവരണം, പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ പശുവിനെ കൊണ്ട് ചുരത്തിക്കും, എന്നിട്ട് അതിൽ നിന്ന് എടുക്കും. അല്ലെങ്കിൽ കിട്ടുകയില്ല. പശുവിൻ്റെ കുട്ടിയെ കൊണ്ടുവരാതെ ആ പശുവിൻ്റെ പാല് കറന്നെടുക്കാനേ പറ്റുകയില്ല. ഇനി കറന്നെടുക്കുമ്പോൾ തന്നെ മുഴുവൻ എടുക്കുകയില്ല. പശു ചുരത്തിത്തുന്നതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ച് ബാക്കി വയ്ക്കും. അങ്ങനെ ദോഹനം ചെയ്തിട്ടെടുക്കുകയാണ് വേണ്ടത് കഴിവുകളെ. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ അംഗങ്ങളുടെ കഴിവുകളെ ചൂഷണം ചെയ്തെടുക്കുകയല്ല, അതിനെ ദോഹനം ചെയ്തെടുക്കുക. നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെ കഴിവുകളെയും നമ്മൾ ചൂഷണം ചെയ്യാനല്ല ഒരുമ്പെടേണ്ടത്, ദോഹനം ചെയ്യാനാണ് ഒരുമ്പെടേണ്ടത്. ഈ പശുവിനെ കറന്നെടുക്കുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല. ഇവിടെ പശുവിനെ പിഴിയുക എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സ്റ്റാൻഡേർഡ് മലയാളത്തിൽ പശുവിനെ കറക്കുക എന്നാണ് പറയുക. ഇപ്പോൾ രണ്ടും പറഞ്ഞാൽ കുഴപ്പമുണ്ട്. പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ പശുവിനെ പിടിച്ച് വട്ടം കറക്കുകയാണോ എന്ന് ചോദിക്കാം. പിഴിയുക എന്ന് പറഞ്ഞാൽ പശുവിനെ പിഴിയുകയാണോ എന്ന് ചോദിക്കാം. ആ ഭാഷയുടെ പരിമിതിയാണ്. ഇപ്പോൾ ദോഹനം ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആ സോഴ്സിന് ദ്രോഹമുണ്ടാക്കാത്ത തരത്തിൽ റിസോഴ്സസിനെ എടുക്കുക. നമുക്കിത് നൽകുന്ന ഒരു 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 ഘടകമുണ്ട്, ഒരു എൻറ്റിറ്റി. ആ എൻറ്റിറ്റിക്ക് ദോഷം വരരുത്. അതിൽ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എത്ര രസകരമായ ജീവിതമാണ് നമ്മളുടെ ഇരുന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കുളത്തിൽ കുളിച്ച് കരയിൽ കയറി കഴിയുമ്പോൾ നമ്മൾക്കൊരു ചടങ്ങുണ്ട്, അറിയാമോ? ആ കുളത്തിൽ നിന്ന് കയറുന്നതിൻ്റെ ഒപ്പം ആ കുളത്തിൻ്റെ അടിത്തട്ടിലെ ഒരു പിടി മണ്ണും കൂടി എടുത്തുകൊണ്ട് കയറണം എന്നാണ് പറയുക. എന്നിട്ട് അത് കരക്കിട്ടിട്ട് പോകണമെന്ന്. കാരണം എന്താണ്? നമ്മൾ കുളിക്കാൻ ചെന്ന് കുളി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പലതരത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ നിന്നൊക്കെ കുറേ മണ്ണ് കുളത്തിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ പുറത്തെടുത്ത് കളയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ സോഴ്സിന് ഡാമേജ് ഉണ്ടാക്കാത്ത തരത്തിൽ റിസോഴ്സസിനെ ഉപയോഗിക്കാവും. അതാണ് മധ്യമ മാർഗം. നമ്മുടെ സ്വന്തം ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം, സ്വന്തം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, സ്വന്തം ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് തന്നെയാണ്. ധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭ്രാന്തായിരിക്കും വരിക. മനസ്സിനെയും പരിമിതമായ മധ്യമമായ രീതിയിൽ തന്നെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാവൂ. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. ബുദ്ധി, നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിലും അങ്ങനെയുള്ള പല പല പ്രവൃത്തികളിൽ ഏർപ്പെടുമല്ലോ. അതും അപരിമിതമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തല ചൂടായിട്ട് എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ ജീവിത മേഖലകളിലും എല്ലാ തുറകളിലും ഈ മധ്യമ മാർഗം അവലംബിക്കണം. ഇതാണ് മഹർഷിമാർ നമുക്ക് നൽകുന്ന ഉപദേശം. കഴിയാറായി. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നിത്യജീവിതത്തിൽ എന്ത് ചെയ്താൽ നമുക്കിത് സാധിക്കും? നിത്യജീവിതത്തിൽ നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ പ്രായോഗികമാക്കുക. എൻ്റെ ഒക്കെ അനുഭവത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തൊട്ടടുത്ത് അമ്പലം ഉണ്ടാവും. രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വരാതെ ചായ കുടിക്കാൻ കിട്ടില്ല. അതുപോലെ തന്നെ സന്ധ്യാനാമം ജപിക്കാതെ രാത്രി അത്താഴം കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ ചില ജീവിതചര്യകളെ പ്രായോഗികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ വിവേകത്തിൽ അധിഷ്ഠിതമായ ജീവിതമായി മാറും. ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ഭജഗോവിന്ദം എന്ന് പറഞ്ഞ വളരെ ലളിതമായൊരു ഗ്രന്ഥമുണ്ട്. അതിലൊരു പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. 4 വരികളിൽ ശങ്കരാചാര്യ സ്വാമികൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ലളിതം. ദിവസവും ഈ 4 വരികളൊന്നും ഓർത്താൽ മതി, നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താം. വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താം. എന്താണ്? ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതി രൂപമജസ്രം
നേയം സജ്ജന സംഖ്യേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. ഇത്രയും ചെയ്താൽ മതി. ജീവിതം മുഴുവൻ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിവേകത്തിൻ്റെ പ്രാക്ടിക്കലാണിത്. എന്താണ്? ഗേയം ഗീത നാമസഹസ്രം. ദിവസവും ഗീതയും സഹസ്രനാമവും ചൊല്ലുക. അപ്പോൾ ഗീതയും സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിനിധികളാണ്. ഭഗവത്ഗീത തന്നെ ചൊല്ലണം നിർബന്ധമല്ല പറയുന്നത്. ഇപ്പോൾ അമ്മ പറയുന്ന ഗീത, അമൃതഗീത, അമ്മയുടെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ രമണഗീത, അങ്ങനെ എല്ലാ മഹർഷിമാരുടെയും ഉപദേശങ്ങൾ, എല്ലാ ജ്ഞാനികളുടെയും ഉപദേശങ്ങൾ ഗീതകൾ തന്നെയാണ്. ഭഗവത്ഗീതയാണ് ഏറ്റവും പ്രസിദ്ധം. ശ്രീരാമഗീതയുണ്ട് അധ്യാത്മരാമായണത്തിൽ, ശിവഗീതയുണ്ട്, ഉദ്ധവഗീതയുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ ഇതൊക്കെ മഹാന്മാരുടെ ഉപദേശങ്ങളാണ്, ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളാണ്. അത് ശാസ്ത്രങ്ങളെന്ന് പറയാൻ ചുരുക്കത്തിൽ. അത് ദിവസവും കുറച്ച് നേരം വായിക്കുക, പാടുക. നമുക്ക് ഏറ്റവും നല്ലത് എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കാൻ സാധിക്കുക. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അത്താഴത്തിന് ശേഷം അരമണിക്കൂർ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും രാത്രി അത്താഴം കഴിഞ്ഞാൽ അല്പനേരം 10-15 മിനിറ്റ് രാമായണം വായിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ രാമായണം വായിക്കുന്ന ശൈലിയുണ്ട്, അമ്മമാരൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു നാമം ചൊല്ലണം ദിവസവും. അപ്പോൾ ഒരു ചെറിയ ശാസ്ത്രപരിചയം അല്ലെങ്കിൽ അഭ്യാസം ദിവസവും ചെയ്യുക. കുറച്ച് നാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കുക 25 മിനിറ്റ് മതിയാവും. അർച്ചനയായിട്ട് ചൊല്ലുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. വിഷ്ണു സഹസ്രനാമം ചോദിക്കുകയാണെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് മുഴുവൻ ചെല്ലാം. അല്ലെങ്കിൽ അഷ്ടോത്തരം ചോദിക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ രാമ 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 എന്ന് പറഞ്ഞ് ദിവസവും ചൊല്ലാറുള്ള പോലെ ചൊല്ലുക. 1000 നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ കുറേ നാമം ദിവസവും ജപിക്കുക. ഒരു ഫിക്സഡ് ടൈം അതിന് വെച്ചിട്ട് കുറേ നാമം ജപിക്കുക. മന്ത്രദീക്ഷ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ മന്ത്രം ചൊല്ലുക ദിവസവും. അപ്പോൾ ഗേയം ഗീത നാമസഹസ്രം, നാമം ചൊല്ലുക, കുറച്ച് ശാസ്ത്രം പഠിക്കുക. ധ്യേയം ശ്രീപതി രൂപമജസ്രം, ഇത്തിരി നേരം ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക. ഇഷ്ടദേവതയെ അല്പസമയം ധ്യാനിക്കുക. പല മാർഗ്ഗങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ അമൃതപുരി ക്യാമ്പസുകളിലെല്ലാം തന്നെ മെഡിറ്റേഷൻസ് ഇഷ്ടംപോലെ പഠിപ്പിക്കുന്നുണ്ട്. മാവവും പഠിപ്പിക്കുന്നുണ്ട്, ആയാം പഠിപ്പിക്കുന്നുണ്ട്. അമ്മ എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് മാവും ധ്യാനം ചെയ്യുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ രൂപം ദിവസവും നമ്മൾ അല്പനേരം ധ്യാനിക്കുക. ധ്യേയം ശ്രീപതി രൂപമജസ്രം, ഭഗവാന്റെ രൂപം ദിവസവും കുറച്ച് നേരം ധ്യാനിക്കുക. നാമം ചൊല്ലുക, അല്പം ശാസ്ത്രം പഠിക്കുക. നേയം സജ്ജന സംഖ്യേ ചിത്തം, മനസ്സിനെ എപ്പോഴും സജ്ജന സംഘത്തിൽ വയ്ക്കുക. നല്ല മനുഷ്യരുടെ കൂടെ മനസ്സിനെ നിലനിർത്തുക. നമുക്ക് പലതും ഈ ലോകത്ത് അനുഭവങ്ങളുണ്ടാകും. ഒരു ദിവസത്തെ ജീവിതം കഴിയുമ്പോൾ വൈകുന്നേരം വന്ന് കിടക്കുന്നതിന് മുമ്പായിരിക്കും നമ്മുടെ മനസ്സിൽ അന്നത്തെ അനുഭവങ്ങളെല്ലാം തികട്ടി വരിക. അപ്പോൾ അതിൽ നല്ല മനുഷ്യരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ, സാന്ത്വനം നൽകുന്ന അനുഭവങ്ങൾ, പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറയുന്ന അനുഭവങ്ങൾ, അതിനെ മാത്രം മനസ്സിൽ റീറ്റെയിൻ ചെയ്യുക. നേയം സജ്ജന സംഖ്യേ ചിത്തം, ചിത്തത്തിനെ സജ്ജന സംഘത്തിലേക്ക് നയിക്കുക. ദേയം ദീനജനായ ച വിത്തം, നമ്മൾക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ, നമ്മുടെ സ്വത്ത്, പൊസഷൻ, സേവിങ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഗെയിൻസ്, നേട്ടങ്ങൾ, അത് ദീനജനങ്ങൾക്കും കൂടി പങ്കുവയ്ക്കുക. വിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം എന്നാണ് അർത്ഥം. ദേയം ദീനജനായ വിത്തം. അപ്പോൾ ദീനജനം എന്ന് വെച്ചാൽ ആരാണ്? എന്തായാലും നമ്മളെക്കാളും കുറച്ച് താഴെ നിൽക്കുന്നവർ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുമല്ലോ. അത് വിദ്യ കൊണ്ടായിരിക്കാം, വിത്തം കൊണ്ടായിരിക്കാം, പണം കൊണ്ടായിരിക്കാം, ആരോഗ്യം കൊണ്ടായിരിക്കാം, ബന്ധുബലം കൊണ്ടായിരിക്കാം, പല കാരണങ്ങളെ കൊണ്ടും നമ്മളെക്കാളും കുറച്ച് താഴെ നിൽക്കുന്നവർ ലോകത്തുണ്ടാവും. അപ്പോൾ നമ്മളുടെ അവരെയൊക്കെ കൂടുതലുള്ളത് അവർക്ക് കുറച്ച് പങ്കുവയ്ക്കുക. അമ്മ പറയില്ലേ, ദീനജനത്തിൻ്റെ തേങ്ങൽ ധ്വനികളെ കാതോർത്ത് കേൾക്കാൻ ശ്രമിക്കൂ. നമ്മളെക്കാളും തന്നിലും താന്നവരെ തന്നോളം എത്തിക്കാൻ തന്നെത്താൻ അർപ്പിക്കുക നിങ്ങൾ, അമ്മ പറയുന്നുണ്ട്. നമ്മളെക്കാളും ഏതെങ്കിലും ഒരു മേഖലയിൽ അല്പം താഴെ നിൽക്കുന്നു എന്ന് തോന്നുന്നവരെ അവർക്ക് കുറച്ച് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യിച്ചു കൊടുക്കുക. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സഹായം തിരിച്ചില്ലാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മറ്റ് നമ്മളെക്കാളും എന്താണ് പറയുന്നത്, കുറവുള്ളവർക്ക്, എന്തിലെങ്കിലും ഒരു കുറവ് നമ്മളെയൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നവർക്ക് നമ്മളിൽ അധികമുള്ളത് അല്പം അവരുമായി ഷെയർ ചെയ്യുക. ഈ 4 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിവേകാധിഷ്ഠിതമായി തീരും. ഗേയം ഗീതാ നാമസഹസ്രം, ധ്യേയം ശ്രീപതി രൂപമജസ്രം, നേയം സജ്ജന സംഖ്യേചിത്തം, ദേയം ദീനജനായ വിത്തം. ഇങ്ങനെ ജീവിതത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ പൂർണ്ണമായ വിവേകാധിഷ്ഠിതമായ, മുനിമാർ പറഞ്ഞ തരത്തിലുള്ള വിവേകാധിഷ്ഠിതമായ ഒരു ജീവിതമായി തീരും നമ്മുടേത്. അത് നമ്മളെ ആത്യന്തികമായ ജീവിത ധന്യതയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത്രയും വിചാരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. നമുക്ക് സാധിക്കുന്നതൊക്കെ, ഞാനും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. ഇതിൻ്റെ ഒരു ആധികാരിക വക്താവൊന്നുമാണെന്ന് അവകാശപ്പെടുന്നില്ല. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും
എൻ്റെ ഹൃദയംഗമായ കൃതജ്ഞത അറിയിക്കുന്നു. ഞാൻ ഈ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുവാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ HOD ആയ കൃഷ്ണകുമാർ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആദരണീയനായ ഡോക്ടർ രാം മനോഹർ അവർകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. ഈ മലയാളത്തിൽ സംസാരിച്ചിട്ട് കുറച്ച് പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇന്ന് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ആഹാരവും അല്ലെങ്കിൽ പോഷണവും സ്വാസ്ഥ്യവും എന്ന വിഷയമാണ്. നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ ആഹാരത്തിൻ്റെ പരിശുദ്ധി ഉണ്ടായാൽ അത് തന്നെ മതി മോക്ഷത്തിന് എന്നൊരു പ്രസ്താവനയുണ്ട്. ആഹാരശുദ്ധവും സത്വശുദ്ധി എന്നാണ്. ആഹാരം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്നതിലൂടെ, ഇത് ഭാരതീയ ചിന്താ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. ആഹാരത്തെ നമ്മൾ ശരീരത്തിന് പോഷണം എന്നതിലുപരി മനസ്സിന് കൂടി ഒരു പോഷണമായിട്ടാണ് നമ്മൾ ആഹാരത്തെ കണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ആധ്യാത്മിക ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ആഹാരത്തിനെ പല രീതിയിൽ തരംതിരിച്ച് പറയുന്നുണ്ട്. സാത്വികാഹാരം, രാജസാഹാരം, താമസാഹാരം. ഇന്ന് നമുക്ക് വന്നുപെട്ടിട്ടുള്ള ആഹാരത്തെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഒന്ന് ഈ ഒരു വകതിരിവില്ലാതെ ആഹാരം ഭക്ഷിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആഹാരത്തെ നമ്മൾ ഭഗവത്ഗീതയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും താമസവും രാജസുമായ ആഹാരമാണ്. നമുക്കിന്നിപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി പശ്ചാത്തലത്തിൽ പോഷകാംശങ്ങളെക്കുറിച്ച് പണ്ടുണ്ടായിരുന്നതിനേക്കാളും വളരെ വിശദമായ അറിവ് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻസ്, ഇങ്ങനെ ഓരോ ആഹാര പദാർത്ഥത്തിലും പല ഘടകങ്ങളുണ്ടെന്നും അതിൻ്റെയൊക്കെ പോഷക മൂല്യത്തെക്കുറിച്ചും നമുക്ക് വളരെയധികം ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തിന് വേണ്ട ഒരു ഉപാധിയായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ ആയുർവേദത്തിൽ ഏറ്റവും ആദ്യം എനിക്ക് അതാണ് പറയാനുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ആഹാരം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഹാരത്തെ ഒരു സേക്രഡ്, എന്താ പറയുക, പരിശുദ്ധമായ ഒരു പ്രക്രിയ ആയിട്ടാണ് കണ്ടിരുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് തന്നെ. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രണ്ടിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പം ഇന്ന് താമസ രാജസ ആഹാരങ്ങൾ, ഞാൻ ഒരിക്കൽ അമേരിക്കയിലെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ ഒരു കോൺഫറൻസിൽ ഒരു ചർച്ചയുണ്ടായി. അമേരിക്കയിൽ ഇന്ന് അഡിക്ഷൻസ് വളരെയധികം കൂടി വരികയാണ്. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഓപ്പിയോയിഡ് പോലെയുള്ള മരുന്നുകൾ വേദനാ സംഹാരികളായിട്ട് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് അതിനോട് വളരെയധികം അഡിക്ഷൻ വരികയാണ്. ആഹാരത്തിനോട് നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് ശരിക്കും ഒരു തരം അഡിക്ഷനാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് മനസ്സിനെ, എന്താ പറയുക, മനസ്സിനൊരു വിനോദം ഉണ്ടാക്കുന്നത്, ഫുഡ് ഒരു എൻ്റർടൈൻമെൻറ്റായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ചോദ്യം ഉണ്ടായി. അപ്പോൾ സദ്ഗുരു അദ്ദേഹം ഈ കോൺഫറൻസിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ എടുത്ത് പറഞ്ഞത്, നിങ്ങൾ താമസമായ ആഹാരം കഴിക്കുന്ന ശീലം മാറ്റണം. അത് മാറ്റാതെ ഈ അഡിക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചെയ്ത് ആഹാര താമസശ്രേഷ്ഠ എന്നാണ്. താമസമായ ആഹാരത്തിനെ നിർവചിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് യാതയാമം, ഒരു യാമം നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിയുന്നതോടുകൂടി ആഹാരം താമസമായിട്ട് മാറുന്നു. അത്തരത്തിലുള്ള ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു മന്ദഭാവം വരും എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനോ നമ്മളെ വികാരങ്ങളെ നിയന്ത്രിക്കാനോ സാധിക്കാതെ പോകും. അപ്പം ഇത് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്കൊരു ആമുഖമായിട്ട് പറയുകയാണ്. നമ്മൾ ആഹാരം എന്ന് പറയുമ്പോൾ പൊതുവെ ശരീരത്തിൻ്റെ പോഷണം എന്ന് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ആയുർവേദം നമ്മുടെ ആരോഗ്യത്തെ കാണുന്നത് സമഗ്രമായിട്ടാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രണ്ടിൻ്റെയും ആരോഗ്യം.
നമുക്ക് മനസ്സിലാവും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മനസ്സ് നമ്മുടെ കയ്യിൽ വരണം. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ വന്നാലേ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ആഹാരത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എനിക്കിന്ന് ആദ്യം തന്നെ പറയാനുള്ളത് അമ്മയുടെ ചില ഉപദേശങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് അമ്മയുടെ പല സംഭാഷണങ്ങളിൽ നിന്നും എടുത്ത് ചുരുക്കി പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അമ്മ എപ്പോഴും ഊന്നി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടത് ആരോഗ്യ ബുദ്ധിയാണ്. നമ്മളിന്ന് ആരോഗ്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ചികിത്സ ചെയ്താൽ കിട്ടാവുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അമ്മ പറഞ്ഞത് നമുക്ക് ആരോഗ്യമല്ല വേണ്ടത്, ആരോഗ്യ ബുദ്ധിയാണെന്നുള്ളതാണ്. ആരോഗ്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ആഹാര വിഹാരങ്ങൾ, നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ യുക്താഹാര വിഹാരസ്, ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യം കിട്ടുകയുള്ളൂ. ഇന്ന് ലോകത്തിൽ 4 രോഗങ്ങളാണ് ലോകത്തിലെ 70% മരണങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമായിട്ട് നിൽക്കുന്നത്. ഇതിനെ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. 70%. ഏറ്റവും ഇതിൽ നിൽക്കുന്നത് ഹൃദ്രോഗങ്ങളാണ്. ഹൃദ്രോഗങ്ങളെ കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. ഹൃദ്രോഗം ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ആഹാര രീതികളായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രോഗമാണ് ഹൃദ്രോഗം. രണ്ടാമത്തത് ക്യാൻസറാണ്. നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ ജനിതകമായ മാറ്റം വരുന്നതുകൊണ്ട് വരുന്ന ഒരു രോഗമായിട്ട് കണക്കാക്കിയിരിക്കുക. അപ്പം അതിൻ്റെ മുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ ക്യാൻസർ ഉണ്ടാവുന്നത് 95% ക്യാൻസറുകളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെ കൊണ്ട്, ജനറ്റിക്കൽ എൻവറോൺമെൻറ്റൽ കോസസ് കൊണ്ടാണ് 95% ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. അതിൽ പുകവലി ഒരു വലിയ കാരണമാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, അതിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ, ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ക്യാൻസർ രോഗത്തിന് കാരണമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇന്ന് ലോകത്തിൻ്റെ 70% രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും കാരണമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആരോഗ്യബുദ്ധി എന്ന് പറയുന്നത്. പല മൃഗങ്ങൾക്ക് പോലും ഈ ആരോഗ്യബുദ്ധിയുണ്ട്. അത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മൃഗങ്ങൾ സ്വയം ചികിത്സിക്കും. അതുകൊണ്ട് അഥർവവേദത്തിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ആദ്യ വൈദ്യപാഠങ്ങൾ മൃഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഋഷീശ്വരന്മാരെയൊക്കെ പൂജിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളെയും ആയുർവേദത്തിൽ പൂജിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ മൃഗങ്ങളാണ്. മൃഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആരോഗ്യബുദ്ധിയാണ്. ഇന്ന് നമുക്കറിയാം, എലിവിഷം വെച്ചാൽ ഒരു ജനറേഷൻ എലി കഴിയുമ്പോഴേക്കും അടുത്ത ജനറേഷൻ പഠിച്ചു കഴിഞ്ഞു ഇത് വിഷമാണെന്ന്. പിന്നെ അത് തൊടില്ല. അത് അവർക്ക് സ്വയം ദ്രോഹം ചെയ്യുന്ന പദാർത്ഥങ്ങളെയോ ആഹാരങ്ങളെയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നോ മാറി നിൽക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടെന്നുള്ളതാണ്. മൃഗങ്ങളെക്കാളൊക്കെ എത്രയോ വികസിച്ച ഒരു ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതിന് സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അലോപ്പതി വളരെയധികം വികസിച്ചു. ഞാൻ അതിനോട് വിരോധം ഉണ്ടായിട്ടല്ല പറയണത്. പക്ഷേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അധികമായ ചികിത്സയും വിഷമായിട്ട് തന്നെയാണ് മാറുന്നത്. ഇന്ന് ലോകത്തിൽ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു ഹൃദ്രോഗം, രണ്ടാമത്തെ ക്യാൻസർ, മൂന്നാമത്തെ മരണ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വൈദ്യശാസ്ത്രമാണ് അല്ലെങ്കിൽ ചികിത്സ തന്നെയാണ് ഇന്നിപ്പോൾ മൂന്നാമത്തെ മരണ കാരണം ലോകത്തിൽ. ഇത് അമേരിക്കയിൽ BMJ ജേർണലിലൊക്കെ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചികിത്സയും മരുന്നുകളും വേണ്ട എന്നുള്ളതല്ല, നമ്മൾ അമിതമായി ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് ചെറിയൊരു തലവേദന വന്നാൽ ക്രോസിനെടുത്ത് കഴിക്കും. ആ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ വന്നു തുടങ്ങി. ചെറിയ അസുഖം വന്നാലും ഡോക്ടറെ അടുത്ത് പോയി ആൻറ്റിബയോട്ടിക് കഴിക്കും. ഇപ്പോൾ എന്താ ആൻറ്റിബയോട്ടിക്സ് പ്രവർത്തിക്കാതെ ആയി, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് വേണ്ടത്, അപ്പോൾ ഈ നമ്മൾ ആയുർവേദ രീതിയിൽ ആഹാര വിഷയങ്ങളെ പറ്റി സമീപിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ആരോഗ്യ ബുദ്ധിയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ ആഹാരം സേവിക്കരുത്. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡോക്ടർമാർ സമരം ചെയ്തപ്പോൾ മരണനിരക്ക് കുത്തനെ
ഇറങ്ങി വന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. 30-50% മരണങ്ങൾ കുറഞ്ഞു ഡോക്ടർമാർ സമരം ചെയ്തപ്പോൾ. അപ്പം അതിൻ്റെ അർത്ഥം ആധുനിക വൈദ്യശാസ്ത്രമോ ഡോക്ടർമാരോ ആവശ്യമില്ല എന്നുള്ളതല്ല, നമ്മൾ അനാവശ്യമായി ഇതിനെ ഉപയോഗിക്കരുത് എന്നുള്ള. അപ്പോൾ അനാവശ്യമായ ഉപയോഗങ്ങൾ അവിടെ കുറഞ്ഞു. അപ്പോൾ മരണനിരക്കും ബുദ്ധിമുട്ടുകളും എല്ലാം കുറഞ്ഞു. ഇതാണ് അമ്മ ആരോഗ്യ ബുദ്ധി എന്ന് പറയുന്നത്. ആയുർവേദം ആദ്യം തന്നെ നമുക്ക് അനുശാസിച്ച് തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആരോഗ്യ ബുദ്ധിയെ നമ്മൾ ഉണർത്തിയെടുക്കണം. ആരോഗ്യ ബുദ്ധിയുടെ ഒരു ഭാഗമാണ് ഫുഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആഹാര വിഷയത്തിലും ഈ ബുദ്ധി നമ്മൾ കാണിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം എടുത്തു നോക്കിയാൽ എന്തൊക്കെയാണുള്ളത്, കുറേ പ്രോട്ടീൻ, കുറേ വൈറ്റമിൻ, പ്രോട്ടീൻ ഡ്രിങ്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ പോഷകാംശം കൂടുതലായിട്ടുള്ള ആഹാരം നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ ഇങ്ങനെയുള്ള ചിലരൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സും അതും ഇതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കഴിക്കുന്തോറും കൂടുതൽ ആരോഗ്യം വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അത് ആയുർവേദം ആദ്യം പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, അത് ഉള്ളിൽ ചെന്ന് എന്തായി മാറുന്നു എന്നുള്ളതാണ് അത് ആരോഗ്യത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. ഒരുപാട് ആഹാര പദാർത്ഥങ്ങൾ ആയുർവേദത്തിൽ പറയും ദഹിക്കാതെ ശരീരത്തിന് അതിനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റാതെ മാറുന്ന ആഹാരം ആമമാണ്. അത് വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരം ശരിക്കും അത് ദഹിച്ച് ദേഹമായി മാറണം. ആ ദഹന പ്രക്രിയയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ ചരകസമയിൽ അതാ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ബലവും വർണ്ണവുമായിട്ട് മാറണം. അത് മലവും ആമുമായിട്ട് മാറി എന്താ പറയുക ദുഷിച്ച് കിടന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇന്നത്തെ ഒട്ടനവധി രോഗങ്ങൾക്കും കാരണം. നമ്മൾ കഴിക്കുന്ന ആഹാരം വേണ്ട രീതിയിൽ പരിണമിക്കാതെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കഴിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. ആ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ശരീരം അനങ്ങിക്കൊണ്ടിരിക്കണം. ഇതും അമ്മ പറയുന്നൊരു വലിയ കാര്യമാണ്. നമ്മുടെ ശരീരമാണ് ചലിക്കേണ്ടത്, മനസ്സല്ല. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു. എപ്പോഴും മനസ്സിൽ ഇളക്കമാണ്, ശരീരമാണെങ്കിൽ നിശ്ചലമാക്കി വെച്ചിരിക്കുക. അത് യോഗാഭ്യാസത്തിലെ നിശ്ചലതയും നമ്മുടെ ഭോഗാഭ്യാസത്തിലെ നിശ്ചലതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു യോഗിയായിട്ട് നിശ്ചലനായി ഇരിക്കുകയാണെങ്കിൽ പ്രാണൻ നല്ല രീതിയിൽ ഒഴുകുന്ന ഒരു പ്രക്രിയയിലാണ് യോഗി ഇരിക്കുന്നത്. അപ്പം ഇരിക്കുകയാണെങ്കിൽ യോഗിയെപ്പോലെ ഇരിക്കണം. ഒരു ഭോഗിയായിട്ട് ഇരുന്നാൽ അത് മരണത്തിലേക്ക് തന്നെ നയിക്കും. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ അമ്മ പറയുന്ന മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം സ്വർണം പോലെയാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ ധ്യാനത്തിൽ നമുക്ക് സ്ഥിതി വരണമെങ്കിൽ ആരോഗ്യബുദ്ധിയും വേണം, ശരീരത്തിനെ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കും ചെയ്താൽ മാത്രമേ നമുക്ക് ധ്യാനത്തിൻ്റെ ഇതായിരുന്നു പണ്ട് ആയുർവേദത്തിൽ അഷ്ടാംഗയോഗം, അല്ലെങ്കിൽ ആയുർവേദം നമ്മളെ യോഗത്തിന് ഉള്ള തയ്യാറെടുപ്പിന് ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ്. ആയുർവേദത്തിലൂടെയാണ് നമുക്ക് യോഗത്തിൽ ശരിക്ക് ഉപസ്ഥിതി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അങ്ങനെ യോഗത്തിലൂടെയാണ് നമ്മൾ ഉയർന്ന ആധ്യാത്മികമായ തലത്തിലേക്ക് പോകുന്നത്. അപ്പം ഇത് മൂന്നുമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഞാൻ പഠിക്കുന്ന സമയത്ത് 2000 ആണ്ടോടുകൂടി എല്ലാവർക്കും ആരോഗ്യം വരുമെന്നായിരുന്നു WHO പ്രസ്താവിച്ചിരുന്നത്. അന്ന് എനിക്ക് തന്നെ അത് ആശ്ചര്യമായിട്ട് തോന്നി. ഇത് നമുക്കെന്താ എങ്ങനെ എല്ലാവർക്കും ആരോഗ്യം കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ഒരു പാക്കറ്റിലാക്കി എല്ലാവരും ഒരു ഗുളിക വിഴുങ്ങിയ 2000 ആകുമ്പോഴേക്കും എല്ലാവർക്കും ആരോഗ്യം കിട്ടും എന്നുള്ള ഒരു ധാരണയാണ് അന്ന് WHO പ്രചരിപ്പിച്ചിരുന്നത്. 2000 ആണ്ടായപ്പോഴേക്കും എയ്ഡ്സ് എന്ന മഹാമാരി ലോകമെമ്പാടും പരക്കാൻ തുടങ്ങി. അവിടെ എല്ലാവരും ആരോഗ്യം പോയി എല്ലാവരും മരണത്തിലേക്ക് പോകുമെന്നുള്ള ഭയമാണ് 2000 ആണ്ടിൽ വന്നത്. അതോടുകൂടി WHO കാഴ്ചപ്പാട് മാറി. എല്ലാവർക്കും ആരോഗ്യം കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ഹെൽത്ത് കെയർ എന്നുള്ളതായി. ഒരു 20 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? കോവിഡ് എന്ന മഹാമാരി വന്നു. അന്ന് ഏറ്റവും അധികം ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന രാജ്യങ്ങളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിരിക്കുന്നത് കോവിഡ് സമയത്ത്. അപ്പോൾ ഹെൽത്ത് കെയർ ഫോർ ഓളും അല്ല. അവിടെയാണ് ആയുർവേദവും നമ്മുടെ ഭാരതീയ സംസ്കാരവും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ഉപദേശിച്ച് തന്ന ഒരു തത്വം
അതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. എല്ലാവർക്കും ആരോഗ്യ ബുദ്ധി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അത് ആ ഒരു വഴിയിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇരിക്കുക. ഇപ്പം നമ്മൾ ഈ ദിവസം മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഏത് കോൺഫറൻസോ ഇങ്ങനെയുള്ള പരിപാടികളോ നടത്തുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ബ്രേക്സ് എന്ന് പറഞ്ഞ ഇടയിൽ സമയം കണ്ടെത്തണം എന്നുള്ളൊരു നിശ്ചയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ശരീരം അനക്കി. അത് കാരണം പ്രാണൻ ശരീരത്തിലെ 72,000 മേലെ നാഡികളിലൂടെ പ്രാണൻ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ദേഹം അനങ്ങാതെ ഇരിച്ച് കഴിയുമ്പോഴേക്കും ഈ നാഡികളെല്ലാം അടയും, അതെല്ലാം സങ്കുചിതമാവും. അപ്പോൾ പ്രാണൻ്റെ ആ സഞ്ചാരം അവിടെ ബാധിക്കപ്പെടുകയാണ്. പ്രാണസഞ്ചാരം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അത് ദോഷമാണ്. ഒരു അവയവവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. നമ്മൾ യോഗാഭ്യാസം ചെയ്യുമ്പോൾ ശരിക്കും ഈ നാഡികളെയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നാഡീശുദ്ധി വരുത്തുകയാണ്. യോഗാസനങ്ങൾ മുതൽ പ്രാണായാമം വരെ സകല സൂക്ഷ്മമായ നാഡികളിലൂടെയും പ്രാണൻ സുഗമമായി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലാണ് മനസ്സിന് സന്തുലാവസ്ഥ വരുന്നത്. അപ്പോൾ ശരീരത്തെ ഇപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ എൻഡോകനാബിനോയിഡ്സ് എന്ന് പറയുന്ന ചില രാസവസ്തുക്കൾ വളരെയധികം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇത് കഞ്ചാവ് അടിക്കുന്ന അതേ ഒരു പ്രതീതി നമ്മുടെ മനസ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനൊരു സംസ്കൃത നാമമാണ് ഈ കെമിക്കലിന്, ആനന്ദാമൈഡ്. ആനന്ദാമൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മൾ ശരീരത്തിനെ വളരെ ഇൻറ്റൻസായിട്ട് ചലിപ്പിച്ച ശരീരം അത് കൂടുതൽ ഉണ്ടാക്കുന്നു. യോഗാഭ്യാസം ചെയ്താൽ ഗാബ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കും. ആ ഗാബ കെമിക്കൽ ബോഡിയിൽ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റി വരില്ല. ഇന്നിപ്പം എല്ലാവർക്കും മാനസികമായ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളുമാണ്. നമ്മൾ അതിനൊക്കെ ഗുളിക കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. മാനസിക ആരോഗ്യം ഇന്ന് ലോകമെമ്പാടും വലിയൊരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആരും അതിനെപ്പറ്റി സംസാരിക്കില്ല, കാരണം അത് പറയാനൊരു മടിയാണ്. അതുകൊണ്ട് 83% മാനസിക രോഗമുള്ള ആൾക്കാർക്ക് ചികിത്സ തേടുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് സിറ്റിംഗ് ഇസ് ദ ന്യൂ കില്ലിങ്, ഇറ്റ്സ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. ഇത് കേട്ടതുകൊണ്ട് പുകവലിക്കാൻ ആരും ഒരുപെടണ്ട. പുകവലിയേക്കാൾ ദോഷമുള്ളതാണ് ഇടതടവില്ലാതെ ഒരേ ഇരിപ്പിലിരിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. നമ്മളൊരു മുക്കാൽ മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴേക്കും പ്രാണഗതിയിലൊക്കെ വ്യത്യാസം വരും. അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ, അതുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇടവിട്ട് കഴിഞ്ഞാൽ ഒന്ന് ശരീരം അനക്കണം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലങ് ക്യാൻസർ, നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന അർബുദ രോഗം ഉണ്ടാകാനുള്ള സാധ്യത 50% കൂടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പുകവലിയേക്കാൾ ഹാനികരമാണ് ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പല ഓഫീസുകളിലും അവിടുത്തെ ചില വർക്കേഴ്സ് എല്ലാം നിന്നുകൊണ്ട് പണിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ഇരിക്കാൻ കസേരയില്ല, ഒരു ടേബിൾ മാത്രം, അതിൽ നിന്ന് വർക്ക് ചെയ്യാണ്. ആ രീതിയിൽ, കാരണം അവിടെയൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ഒറ്റ ഇരിപ്പിൽ അല്ലെങ്കിൽ ഒരേ ഇതിൽ ഇരുന്നുകൊണ്ട് പണിയെടുക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ ഉപദേശിച്ചിരിക്കുന്ന ഒരു 30-40 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കൈയും കാലും എല്ലാം സ്ട്രെച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പം ഈ രീതിയിൽ നമ്മൾ ശരീരത്തിനെ ചിട്ടപ്പെടുത്തി എടുത്താലാണ് ശരിക്കും നമുക്ക് ധ്യാനത്തിലേക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ആഹാരം ശുദ്ധമാകുകയും നമ്മൾ ശരീരത്തിന് വേണ്ട രീതിയിൽ വിഹാരങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ പ്രാണൻ വളരെ സുഗമമായി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിൽ മനസ്സ് താനെ അടങ്ങുമെന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം. അപ്പോൾ നമ്മൾ ഒരു അനായാസേന ധ്യാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതല്ലാതെ ശരീരത്തിനും മനസ്സിനും ഈ പിരിമുറുക്കുള്ള സമയത്ത് നമ്മൾ എത്ര ബുദ്ധിമുട്ടി മനസ്സിനെ
നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് അത്ര വിജയിക്കില്ല. നമ്മളൊരു മരത്തടി വെള്ളത്തിലേക്ക് മുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് മുക്കി വിട്ട് കഴിയുമ്പോഴേക്കും ആദ്യം മുകളിലേക്ക് വരും. അതുകൊണ്ടാണ് ആയുർവേദം ചെയ്തിട്ട് വേണം. ഇന്നിപ്പോൾ യോഗയാണ് ആദ്യം പ്രചരിച്ചത്. ശരിക്കും ആയുർവേദമാണ് ആദ്യം പ്രചരിക്കേണ്ടത്. കാരണം ആയുർവേദം യോഗയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. ആയുർവേദത്തിലൂടെ നമ്മൾ ആദ്യം ആയുർവേദത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ യോഗ ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായി മാറും, വളരെ എളുപ്പത്തിൽ. ഇതൊരു വളരെ ലളിതമായൊരു സിദ്ധാന്തമാണ്. ഇത് നമ്മൾ ഇങ്ങനെയുള്ള മെഡിറ്റേഷനെ കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ വരെ ചേഞ്ചസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതെല്ലാം ആഹാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാനിന്ന് ആഹാരത്തിൻ്റെ ചില പോഷക ഗുണങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കാനല്ല വന്നത്. സമഗ്രമായി എങ്ങനെ നമ്മുടെ ആരോഗ്യത്തിനെ ആഹാരത്തിലൂടെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. ഇന്നത്തെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് ഭാരതത്തിൽ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നദാനം ചെയ്യുന്നൊരു സമ്പ്രദായമായിരുന്നു. അന്നം ഉണ്ടാക്കി വിൽക്കരുത് എന്നാണ് ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നം ഉണ്ടാക്കി വിൽക്കരുത്, അത് ദാനമായിട്ട് കൊടുക്കേണ്ടതാണ്. അന്നം ന നിന്ദ്യ തദ്വ്രതം, അന്നം ന നിന്ദ്യ തദ് ബ്രഹ്മ. ബ്രഹ്മം തന്നെയാണ് അന്നം. ഈ അന്നത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ രാസപ്രക്രിയകൾ, പരിണാമങ്ങൾ വന്ന് മനസ്സിൻ്റെ ഭാവങ്ങൾ മാറി നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ വിശുദ്ധമായൊരു സംഗതിയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇതൊരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. ആഹാരം ഉണ്ടാക്കുന്ന വിൽക്കാനാണ്. ഇവിടെ വള്ളിക്കാവിൽ തന്നെ വന്ന് കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ ഈ ആഹാരം വിൽക്കുന്ന വീടുകൾ വരെ സ്ഥാപനങ്ങളായി, ഹോട്ടലുകളായി മാറിയിരിക്കുകയാണ്. 8 വർഷം മുമ്പ് ഒരു ചായ കുടിക്കാൻ വൈകുന്നേരം ഇവിടെ പോയ ചായക്കട ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ സകല നിരന്ന് ചായക്കടകളാണ്. അപ്പോൾ ഇന്ന് ഇതും ആധുനിക പോഷകശാസ്ത്രത്തിൽ വന്നിട്ടുള്ള പുതിയ പുരോഗമനങ്ങൾ രണ്ടിനെയും കൂടി ഇന്ന് ശരിക്കും കച്ചവടത്തിന് വേണ്ടി അതിനെ നമ്മൾ വിനിയോഗിക്കുകയാണ്. ഇതിൽ ഇന്ന ഘടകമുണ്ട്, അതിൽ ആ സാധനമുണ്ട് എന്ന് പറഞ്ഞ് ആഹാരത്തെ എങ്ങനെ നമുക്ക് കൂടുതൽ വിറ്റഴിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണെന്ന്. നമ്മുടെ ശാസ്ത്രപ്രകാരം നമുക്കുള്ള ആഹാരം തന്നെ പാകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ആഹാരം നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ, അത് എങ്ങനെ പാകം ചെയ്യുന്നു, എങ്ങനെ അത് നമ്മൾ ആഹാര പദാർത്ഥങ്ങളെ ശേഖരിക്കുന്നു, ഇതെല്ലാം ആഹാരത്തിൻ്റെ മുകളിൽ ഒരു ഇംപ്രിൻ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം. അപ്പോൾ ആഹാരശുദ്ധി എന്ന് പറയുന്നത് വെറും ആഹാരത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ അതല്ല. ഈ എല്ലാ പ്രക്രിയയും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ആഹാരത്തിനെ ശരിക്കും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഹാരം സ്നേഹത്തോടെ കിട്ടുന്ന ആഹാരമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അന്നപൂർണേശ്വരി എന്നുള്ളൊരു സങ്കല്പം വന്നത്. ഒരു അമ്മയിൽ നിന്ന് സ്വീകരിക്കുന്ന ആഹാരമാണ് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞാണ് നമ്മൾ ആഹാരം കഴിച്ചിരുന്നത്. ശരിക്കും നമ്മുടെ ഇതിൽ പാചകശാസ്ത്രത്തിൽ പുരുഷന്മാരായിരുന്നു കേമന്മാർ. പക്ഷേ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നമ്മളെപ്പോഴും അന്നപൂർണേശ്വരി ആയിരിക്കണമെന്നല്ല. ഇപ്പോൾ ഭാരതത്തിലെ പഴയ പാചക ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ വെച്ചിരുന്നു. നളനായിരുന്നു വലിയ പാചക ഇതിൽ വലിയ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ നളൻ്റെ പാകദർപ്പണം, നളൻ പറയണ ഒരു രാജാവാണ്. രാജാവിൻ്റെ ഗ്രന്ഥമാണ് ഭാരതത്തിലെ പാചകശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത്. പക്ഷേ നമ്മൾ ആഹാരം കഴിക്കുന്നത് സ്നേഹത്തോടുകൂടി ഉണ്ടാക്കുന്ന ആഹാരത്തിനെ നമ്മളെ ഈ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സാത്വികമായ ആഹാരം എന്നുള്ളത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അപ്പം ഇതിൽ നമ്മൾ ആയുർവേദം ഇപ്പോൾ ആഹാരം, ഔഷധം, വിഷം എന്നിങ്ങനെ പദാർത്ഥങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഹാരം തന്നെ ഔഷധമാവാം, ആഹാരം തന്നെ വിഷമായിട്ടും മാറാം. എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ആഹാരമാവുന്നതും ഔഷധമാവുന്നതും വിഷമാവുന്നതും. അപ്പം നമുക്ക് ആഹാരത്തെ പോലെ ഔഷധമാക്കി മാറ്റാൻ സാധിക്കും. അതേ ആഹാരത്തെ നമ്മൾ വിഷമായിട്ടും
മാറ്റിയെന്ന് വരും. ഇന്ന് ഒരുപാട് രോഗങ്ങൾ, ഡയബറ്റിസ്, രക്തസമ്മർദ്ദം എന്നീ തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ ആഹാരത്തിലൂടെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് വന്നിട്ടുണ്ട്. ഡയബറ്റിസ് രോഗമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡയബറ്റിസ് രോഗം കണ്ടുപിടിച്ച ഉടനെയാണെങ്കിൽ നമ്മൾ ആഹാരത്തിലും നമ്മുടെ ജീവിതശൈലിയിലും നിയന്ത്രണങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ 50% ആളുകളും പ്രമേഹ രോഗ വിമുക്തരാകാൻ സാധിക്കും. ഇത് ഇംഗ്ലണ്ടിൽ നടന്ന പഠനമാണ്. അതേസമയം നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങുകയാണെങ്കിലോ ജീവിതകാലം മുഴുവൻ ഒരു പ്രമേഹ രോഗിയായി മാറും. അപ്പോൾ ആഹാരത്തിലൂടെ തന്നെ നമുക്ക് രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആഹാരത്തെ നമുക്ക് ഔഷധമായിട്ടും കാണാൻ സാധിക്കും. ആഹാരം, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ആഹാരം മനസ്സിനും ശരീരത്തിനും രണ്ടിനെയും സ്വാധീനിക്കുന്നുണ്ട്. ശരീരത്തിലെടുത്ത് നോക്കുമ്പോൾ ത്രിദോഷങ്ങളെ, മനസ്സിനെടുത്ത് നോക്കുമ്പോൾ ത്രിഗുണങ്ങളെ. ഇതിന് രണ്ടിനെയും സന്തുലിതമായി നിർത്താൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. ആയുർവേദത്തിലും നമ്മുടെ ശാസ്ത്രങ്ങളിലും ആഹാരങ്ങളെ പല രീതിയിൽ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ വർഗങ്ങളെയും നമ്മൾ സമഗ്രമായി നമ്മുടെ ആഹാരത്തിലേക്ക് കൊണ്ടുവന്നാലേ വേണ്ട പോഷണം നടക്കുള്ളൂ. അപ്പം ഇതിൽ ജലാംശം, ജലം, ഇതിൻ്റെ ഒരു എന്താ പറയുക, ആഹാര വൈവിധ്യം കാണിക്കാൻ ചില ചിത്രങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. അതിൻ്റെ ഒരു ചെറിയ സമ്മറിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതി നമുക്ക് നൽകുന്ന ആഹാര വിഭവങ്ങളെ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ അന്ന് പഠനം ചെയ്തിരുന്നു. അത് ഓരോന്നിൻ്റെയും ഗുണദോഷങ്ങൾ വിമർശിച്ച് എങ്ങനെ അത് ശരീരത്തിനെ ബാധിക്കുന്നു, എങ്ങനെ മനസ്സിനെ ബാധിക്കുന്നു, എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, ചില പ്രത്യേക സീസണൽ ഫുഡ്സ്, അത് നമ്മുടെ ഒരു വലിയ കോൺസെപ്റ്റായിരുന്നു. ഓരോ ഋതുക്കൾ മാറുമ്പോൾ നമ്മുടെ ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഇന്നിപ്പോൾ നമുക്ക് അധികം സമയമില്ല. ഇത് നമ്മുടെ ഭാരതീയ എന്താ പറയുക, ജ്ഞാനപരമ്പരയിൽ ഉള്ള ചില അറിവിൻ്റെ അംശങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ വളരെ വിപുലമായ, അപ്പോൾ ഈ ഒരു തത്വം കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെൽനെസ്സിന് വേണമെങ്കിൽ 3 ഘടകങ്ങൾ അതിൽ വരണം. ഒന്ന്, മനസ്സ് പ്രിയമായിരിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമുക്ക് ആഹാരത്തിനോട് ഒരു അഡിക്ഷൻ വരുന്നത്. ആഹാരം കഴിക്കാൻ സ്വാദുള്ളതായിരിക്കണം ആഹാരം. ഈ ആഹാരത്തിൽ പോഷകാംശങ്ങൾ കൂട്ടാൻ നോക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കുറയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ലത് നമുക്ക് രുചി ഉണ്ടാവില്ല, രുചിയുള്ളത് ശരീരത്തിന് നല്ലതുമായിരിക്കില്ല. അവിടെയാണ് പാചകശാസ്ത്രം എന്ന് ഇതന്നെ ഭാരതത്തിൽ വികസിപ്പിച്ചെടുത്തത്. ഈ പാചകശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം പോഷകാംശമുള്ള ആഹാരങ്ങളെ രുചികരമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പാചകത്തിൽ മാറ്റം വരുത്തുക. 2, നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുക. 2 കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പദാർത്ഥത്തിനെയും നമുക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ പറ്റും. ഒരു സന്യാസിയുടെ കഥ പറഞ്ഞ് അത് സൂചിപ്പിക്കുക. ഒരു സന്യാസിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഭവമായിരുന്നു കൈപ്പയ്ക്ക. അപ്പോൾ എവിടെയെങ്കിലും അദ്ദേഹം പോകുന്ന സമയത്ത് എവിടെയായാലും കൈപ്പയ്ക്ക വിളമ്പിയാൽ ആദ്യം അതെടുത്ത് കഴിക്കും. അപ്പോൾ അത് പിന്നെ എല്ലായിടത്തും പ്രചരിച്ചു. ഇദ്ദേഹത്തിന് കൈപ്പയ്ക്കയാണ് വളരെ ഇഷ്ടം. അങ്ങനെ എവിടെ ചെന്നാലും കൈപ്പയ്ക്കയായി. ആൾക്കാർ ആദ്യം കൈപ്പയ്ക്ക നല്ലോണം കൊണ്ട് വിളമ്പും. അപ്പോൾ ഇദ്ദേഹം സന്യാസി ആയതുകൊണ്ട് വേണ്ടാന്നും പറയാൻ പറ്റാതായി. ക്രമേണ ആ കൈപ്പയ്ക്ക വളരെയധികം അദ്ദേഹത്തിന് ഏറ്റവും രുചിയുള്ള ആഹാര പദാർത്ഥമായിട്ട് മാറി. അപ്പോൾ ഇതിൽ 2 ഭാഗമുണ്ട്. അതാണ് ആയുർവേദം പറയുന്നത്. നമ്മൾ രുചിയുള്ളത് എന്ന് പറഞ്ഞൊരു രുചിയുടെ പിന്നാലെ ഓടിപ്പോയാൽ നമ്മുടെ മനസ്സിനെ പിടികിട്ടില്ല. അപ്പം പോഷകാംശമുള്ള നമ്മൾ വിവേകം ഉപയോഗിച്ചാൽ അതിനെ ഹിതം പ്രിയം എന്നുള്ള 2 സിദ്ധാന്തങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞു. നമുക്ക് ഹിതമായതെന്തോ പ്രിയമായതെന്തോ ഇതിനെ വകതിരിവോടെ മനസ്സിലാക്കണം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. പ്രിയമായത് പലപ്പോഴും അഹിതമായിരിക്കും. പ്രിയവും ഹിതവുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ഒരു കണ്ണും പൂട്ടി അത് സേവിക്കാം. പക്ഷേ അഹിതമായതെന്ന് പറഞ്ഞാൽ ഇന്ന് സുഖം തരുന്നു, പക്ഷേ കാലക്രമേണ അത് നമുക്ക് ദുഃഖം തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിവേകം ഉപയോഗിച്ച്
ഇല്ലാതാക്കണം. ഈ രുചി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ശീലവും ഭാവവുമാണ്. അതും ആയുർവേദം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ക്രമേണ നമുക്ക് ഇഷ്ടമായ ആഹാരങ്ങളിൽ നിന്ന് പുതിയ ആഹാരങ്ങളിലേക്ക് എങ്ങനെ നമ്മൾ മാറി കൊണ്ടുവരാം, അതിനൊരു പദ്ധതിയും ആയുർവേദത്തിൽ വിവരിച്ചിട്ടുണ്ട്. അഹിതമായ പദാർത്ഥങ്ങളെ മാറ്റി ക്രമേണ ചെയ്യാൻ പാടുള്ളൂ, പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പാടില്ല. അതിനൊരു വലിയ വിധിയും ക്രമവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഹാരം മനസ്സിന് പ്രിയമായിട്ടുള്ളതായിരിക്കണം, അത് പഥ്യവുമായിരിക്കണം. പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പോഷകാംശങ്ങൾ ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അത് കുക്കിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, അലങ്കരിച്ച് കുറേ ടേബിളിൽ മേശപ്പുറത്ത് വയ്ക്കുക, പല കളറുണ്ടാക്കുക, അതിന് പല ഫ്ലേവേഴ്സ് കൊടുക്കുക, പല എന്താ പറയുക അരോമ കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ കോൺസെപ്റ്റ് നല്ല ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിനെ പിടിക്കുന്നതായിരിക്കണം, അതേസമയം പോഷകാംശമുള്ളതുമായിരിക്കണം. മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്. ഇതും കൂടി വന്നാലേ ആഹാരം ശരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും ഈ 3 ചോദ്യങ്ങൾ ചോദിക്കണം. രുചിയുള്ളതാണോ? രുചിയില്ലാത്തത് രോഗിയായാൽ, ഇപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആയുർവേദം എന്ന് പറഞ്ഞാൽ പഥ്യമാണ്, പാടില്ലാത്ത സാധനങ്ങളെല്ലാം കഴിക്കാൻ പറയും, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറയില്ല. അവിടെയാണ് ചരക സംഹിതയിലുള്ള ഒരു ശ്ലോകമാണിത്. സാധത്യാത് സ്വാദ്വഭാവാദ്വ. ഒരുപാട് ഒരേ സാധനം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ സാധത്യം, അത് ഒരു ആവർത്തന വിരസത എന്നൊക്കെ പറയില്ല, അതന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അതിനോട് താല്പര്യമില്ലാതെ. രണ്ടാമത്തത് സ്വാദ്വഭാവാത്മ, രുചിയില്ല. വളരെ നല്ല സാധനമാണ്, പക്ഷെ വായിലെടുത്ത് വയ്ക്കാൻ കൊള്ളില്ല. പഥ്യം ദ്വേഷ്യത്വമാകത്. അപ്പോൾ പഥ്യമായി എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് രോഗിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവും കൂടി ആയിരിക്കണം, എന്നാലേ അതിനെ ആഹാരം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കഴിക്കാൻ യോഗ്യമായതാണ്, ആഹരിക്കാൻ യോഗ്യമായതാണ് ആഹാരം. കൽപ്പന വിധിബിസ്തൈസ്തൈർ പ്രിയത്വം ഗമയത് പുനഃ എന്നാണ്. അത് വേണ്ട രീതിയിൽ അതിനെ സംസ്കരിച്ചെടുത്ത് വീണ്ടും രോഗിക്ക് രുചിയുള്ളതാക്കി മാറ്റി കൊടുക്കൂ എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. മനസ്സഹ അർത്ഥാനുകൂല്യാദി, മനസ്സിന് ആ ആഹാരത്തോടൊരു ആഗ്രഹം വരുന്ന സമയത്ത് തുഷ്ടിരൂർജ ബലോദയ, ശരീരം ആകെ മാറും. ആഹാരത്തിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ല. TV കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആഹാരവും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. നമ്മൾ ആ ആഹാരത്തിനെ ആ ഒരു ശ്രദ്ധയോടുകൂടി ആഹരിച്ച് ആ രുചി എല്ലാം അറിഞ്ഞ് കഴിക്കുമ്പോഴാണ് അത് ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വരെ പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് സാത്മ്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള സാരാംശത്തെ മുഴുവൻ സ്വീകരിച്ച് പരിണമിപ്പിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് ആമവും വിഷമായിട്ട് ഉള്ളിൽ കിടന്ന് രോഗങ്ങൾ സൃഷ്ടിക്കും. അതിൻ്റെ എന്താ പറയുക, സാരം കിട്ടമെന്ന് പറഞ്ഞ് വകതിരിവ്, ശരീരം അതിനെ തിരിച്ച് സാരാംശത്തെ സ്വീകരിച്ച് ശരീരത്തെ പുനർനിർമ്മിക്കുകയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് അണ്ടർ കണ്ടിന്യൂസ് റീമോഡലിംഗ് എന്ന് പറയാം. എപ്പോഴും വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം. അപ്പോൾ അത് ഓരോ ദിവസവും റിപ്പയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആഹാരത്തിലൂടെയാണ് നടന്നത്. ദേഹോഹി ആഹാര സംഭവ. ഈ ശരീരം എന്ന് പറയുന്നത് ആഹാരമാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ ഗുണമാണ് നമ്മുടെ ദേഹം. അപ്പോൾ അത് ശരീരത്തിന് ഇത് മുഴുവൻ സ്വീകരിച്ചെടുക്കാൻ പറ്റണം. അപ്പം ഈ രീതി, ഇതാണ് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആമുഖം. സമയം പരിധി കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ അവസാനിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ ഒരു 2-3 മിനിറ്റ് അതിനും കൂടി എടുക്കാം. ഓം അമൃതേശ്വരി നമഃ. അതെ, അതിൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ആഹാരം ഒരു കച്ചവടമായി മാറിയത്. നമുക്കിപ്പോൾ ഒരു മൊബൈൽ ആപ്പിലിരുന്ന് ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഏത് സമയത്തും അർദ്ധരാത്രി പോലും ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യ ബുദ്ധി എന്നുള്ള ഒരു
കോൺസെപ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു. അതിനെ നമ്മൾ പ്രചരിപ്പിച്ച ആൾക്കാർ സ്വയം ബോധവാന്മാരായ മാത്രമേ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം സാഹചര്യങ്ങളെല്ലാം വളരെ പ്രതികൂലമാണ്. ഞാനും ഒരുപാട് ഡയറ്റും ഇതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു യാത്ര പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല ക്രമങ്ങളും തെറ്റും. കാരണം അതിനുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ആരോഗ്യബുദ്ധി എന്നുള്ളൊരു സങ്കല്പം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഭാരതം ഒരു ആരോഗ്യ സംസ്കൃതി ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാവുന്നത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, സംസ്കൃത വാങ്മയം തന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ തരുന്ന ഒരു സമാഹാരം തന്നെയാണ്. അപ്പോൾ പണ്ട് ഇപ്പോൾ നമ്മളൊരു കാവ്യം വായിക്കുകയാണെങ്കിൽ അതിലും ആരോഗ്യത്തെക്കുറിച്ചൊരു ഉപദേശമുണ്ട്. അപ്പോൾ ജനങ്ങൾ സ്വയം ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ മൃഗങ്ങൾ അവർക്ക് വേണ്ടാത്ത, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു തത്തയുണ്ട്. അപ്പോൾ ആ തത്തയ്ക്ക് 2 തരം ഓറഞ്ച് നമ്മൾ കൊടുത്തു നോക്കാറുണ്ട്. ഒരു ഓറഞ്ച് അത് കഴിക്കില്ല. നമുക്കൊരു കുഴപ്പമില്ല, നമ്മളെടുത്ത് എല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഓറഞ്ചിൽ എന്തോ മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. അത് തത്തയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ. കാരണം ആ ഓറഞ്ച് കൊടുത്താൽ തത്ത കഴിക്കില്ല. നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് നോക്കി. ഇതാണ് ആരോഗ്യബുദ്ധി എന്ന് പറയുന്നത്. ഇത് വന്നാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഇത് നേടാൻ സാധിക്കുകയുള്ളൂ. വിജ്ഞാനപ്രദങ്ങളായ താങ്കളുടെ വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു സർ. ഡോക്ടർ രാം മനോഹർ സാറിന് ഉപഹാരം സമർപ്പിക്കുവാൻ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസറായ ഡോക്ടർ ടി ഗണേശൻ അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.